السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه البرر وعلى من اتبعه أجمعين أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. صدق الله مولانا العظيم. من وقي شر قبقبه وذبذبه ولقلقه فقد وجبت له الجنة. ഏറ്റവും സ്നേഹാദരണീയരായ യോഗാധ്യക്ഷൻ, പ്രവാസ ലോകത്തെ സമാദരണീയനായ നേതൃത്വം, പ്രിയപ്പെട്ട ബാബ ഹാജി സാഹിബ്, വേദിയിൽ ആശംസാ ഭാഷണം നടത്തിയ അഭിവന്ദ്യനായ പണ്ഡിതവര്യൻ പ്രിയപ്പെട്ട സയ്യിദ് അലവി ഉസ്താദ്, സദസ്സിനെ അനുഗ്രഹീതമാക്കിയ അബുദാബി ഇസ്ലാമിക് സെൻ്ററിൻ്റെയും KMCCയുടെയും സന്നദ്ധ കൂട്ടായ്മകളുടെയും ഒക്കെ അമരത്തിരിക്കുന്ന പ്രഗത്ഭരായ നേതാക്കളെ, സാരഥികളെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയമുള്ള സഹോദരിമാരെ, എന്തെന്നില്ലാത്ത ചാരിതാർത്ഥ്യവും അതിലേറെ ആകാംക്ഷയും സർവോപരി മനസ്സിന് വല്ലാത്ത കുളിരും പകരുന്ന ഒരു കൂട്ടായ്മയാണിത്. കഴിഞ്ഞ 17-ാം തീയതി ഇതേ ഹാളിൽ വെച്ച് നടന്ന KMCCയുടെ സ്റ്റേറ്റ് നേതൃത്വത്തിന് വേണ്ടിയുള്ള ഒരു പരിശീലനത്തിന് വേണ്ടിയായിരുന്നു ആദ്യമായി ഈ ഹാളിൽ വന്നത്. അന്ന് വരുന്നതിന് മുമ്പും അന്ന് വന്നതിന് ശേഷവും പ്രിയപ്പെട്ട ഷുക്കൂർ സാഹിബും സുഹൃത്തുക്കളുമൊക്കെ ഈ ഒരു മഹല്ല സംഗമത്തെപ്പറ്റി, ഉത്ബോധന സദസ്സിനെപ്പറ്റി സൂചിപ്പിച്ചപ്പോൾ കുറേയേറെ പറഞ്ഞൊഴിയാൻ ശ്രമിച്ചെങ്കിലും അവരെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് പങ്കെടുക്കണമെന്ന് കൊതിക്കുകയായിരുന്നു. ഈ പ്രദേശത്തെ വലിയ മനസ്സുള്ള നിങ്ങളെപ്പോലെയുള്ള ആളുകൾ വർഷങ്ങളായി സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു പ്രവർത്തിക്കുന്ന വലിയ സാമൂഹിക അനുഭവങ്ങളുള്ള മഹാന്മാരായ ആളുകളൊക്കെ സംഗമിക്കുന്ന ഒരു സദസ്സ്. ഈ സദസ്സിൽ ഒരു 26-കാരനായ എനിക്ക് എന്താണ് പറയാനുള്ളത് എന്നത് ഒരു നിങ്ങളെപ്പോലെ എനിക്കും വലിയൊരു ആശങ്കയാണ്. ആകെ ഒരു ആശ്വാസം, കുഞ്ഞുണ്ണി മാഷയുടെ ശ്രദ്ധേയമായൊരു വരിയുണ്ട്. ഞാൻ എപ്പോഴും ഇതുപോലെ ചെറുതാകുമ്പോഴൊക്കെ മനസ്സിൽ ആശ്വാസം കണ്ടെത്തുന്ന വരികളാണത്. ഞാൻ ഇത്തിരിയേ ഉള്ളൂ, എനിക്ക് പറയാൻ ഇത്തിരിയേ ഉള്ളൂ, അത് പറയാൻ ഇത്തിരിയേ വാക്കും വേണ്ടു. ഞാൻ ഇത്തിരിയേ ഉള്ളൂ, എനിക്ക് പറയാൻ ഇത്തിരിയേ ഉള്ളൂ, അത് പറയാൻ ഇത്തിരിയേ വാക്കും വേണ്ടു. എല്ലാ കുഞ്ഞു നുറുങ്ങു കവിതകളും എഴുതി
ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അവസാനമായി കുഞ്ഞുണ്ണി മാഷ് ലോകത്തോട് പറഞ്ഞതാണ്, ഞാൻ കുറിയ മനുഷ്യനാണ്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മാത്രം സല്ലപിച്ച് തീർന്നു പോകുന്നൊരു ജീവിതം. എനിക്ക് പറയാൻ കുറുക്കി കാച്ചിയ ചില വരികൾക്കപ്പുറത്തേക്ക് വലിയ ലോകമൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ആ വലിയ മനസ്സിനെ കോറിയിട്ട വരികൾ അന്വർത്ഥമാക്കുന്നത് പോലെയാണ് നിങ്ങളെപ്പോലെയുള്ള വലിയ മനുഷ്യരുടെ മുന്നിൽ ഈ ചെറിയ എൻ്റെ എഴുന്നേറ്റ് നിൽപ്പ്. ഏതായിരുന്നാലും ഈ സദസ്സിന് ഒരു നല്ല നിയ്യത്തുണ്ട്. കൂടിയിരിക്കുന്ന വേദിക്ക് അതിശക്തമായൊരു പാരമ്പര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന മനസ്സുകൾക്ക് ഹൃദയത്തിൻ്റെ തനിമയുണ്ട്. ഇതെല്ലാം കൂടി കൂടിച്ചേരുമ്പോൾ നമ്മുടെ ഈ ദൗത്യത്തിൻ്റെ നന്മ കൂടിയാവുമ്പോൾ ഇൻഷാ അല്ലാഹ് ഫലവത്തായി നമുക്ക് ചിലതൊക്കെ പങ്കുവെച്ച് പിരിഞ്ഞു പോകാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുകയാണ്. പൗലോ കൊയ്ലോ എന്ന പ്രഗത്ഭനായൊരു നോവലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായൊരു നോവലിൽ ആൽക്കമിസ്റ്റ് എന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട നോവലുകളിൽ ഒന്നാണ് ആൽക്കമിസ്റ്റ്. ആ ആൽക്കമിസ്റ്റിലെ കഥകൾ പറഞ്ഞു പോകുന്ന ഇടത്ത് ശ്രദ്ധേയമായ ഒരു ഭാഗം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ സുപ്രഭാതത്തിലും സൂര്യൻ ഭൂമിയെ നോക്കുന്നു, ഓരോ സുപ്രഭാതത്തിലും സൂര്യൻ ഭൂമിയെ നോക്കുന്നു, അതേ പ്രഭാതത്തിൽ ഭൂമി സൂര്യനെ നോക്കുന്നു. രണ്ടുപേരും പരസ്പരം മാറി നിന്ന് പറയുന്നു, എന്നെങ്കിലും നമ്മൾ എത്ര കാലമായി പരസ്പരം കണ്ടുകൊണ്ടേയിരിക്കുന്നു, എപ്പോഴാ നമ്മൾ ഒന്നാവുക? എത്ര കാലമായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു, എപ്പോഴാ നമ്മൾ ഒന്നാവുക? ഭൂമി സൂര്യനോടും സൂര്യൻ ഭൂമിയോടും വർഷങ്ങളോളം ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം പ്രത്യാശയുടെ കുറിപ്പെന്ന രീതിയിൽ അദ്ദേഹം പറയുകയാണ്, ഇല്ല, ചരിത്രത്തിൽ ഒരു ദിവസം വരും. ആ ദിവസം ഇത്ര കാലം രാവിലെയും വൈകുന്നേരവും കൊതിയോടുകൂടി കണ്ടു നിന്ന സൂര്യനും കണ്ടു നിന്ന ചന്ദ്രനും കണ്ടു നിന്ന ഭൂമിയും തമ്മിൽ ഒന്നാകുന്ന സ്നേഹത്തിൻ്റെ ഉറവിടം ഭൂമിയിൽ സാധ്യമാകുന്നൊരു കാലം വരും എന്ന് പറഞ്ഞു വെക്കുന്ന വാക്കുകൾ പോലെ ഈ ബൃഹത്തായ ഇസ്ലാമിക സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ അതിശക്തമായ ഇടപെടലുകൾ നടത്തിയ അബുദാബി ഇസ്ലാമിക് സെന്ററിൽ വരാനും ഇവിടെ പങ്കുവെക്കാനും കുറച്ച് സമയം സംവദിക്കുവാനുമൊക്കെ സാധിക്കുക എന്നുള്ളത് ഏറെക്കാലമായി മനസ്സിലുള്ളൊരാഗ്രഹമായിരുന്നു. ഭൂമി സൂര്യനെ നോക്കുന്നത് പോലെ പറഞ്ഞിട്ടുണ്ട്, ആ സൂര്യനെ കാണാൻ എന്ന് ഭൂമിക്ക് മുത്തമിടാൻ കഴിയുമെന്ന് കൊതിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇവിടെ വരാനും നിങ്ങളുമായി സംവദിക്കുവാനും വീണ്ടും അള്ളാഹു വിധി കൂട്ടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. വിഷയം അതീവ ഗൗരവമുള്ള ചർവിത ചർവണം നടന്ന ഒന്നാണ്. ധൂർത്ത് പുതിയ വിഷയമല്ല, ആർഭാടം പുതിയതൊന്നല്ല, അനാചാരം നമുക്ക് പരിചയമില്ലാത്തൊരു വിഷയമല്ല. എല്ലാവർക്കും നല്ല ബോധ്യമുള്ളതും എന്നാൽ തീരെ നിയന്ത്രിക്കാൻ കഴിയാത്തതുമായ സർവവ്യാപിയായ ഒരു പ്രതിഭാസമാണ് ധൂർത്തും ആർഭാടവുമൊക്കെ. ആർഭാടം ചെയ്യുന്നവരൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല അത് ചെയ്യുന്നത്. ധൂർത്ത് നടത്തുന്നവരൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടും കൊതിച്ചിട്ടുമല്ല അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ മറ്റു പല മാനദണ്ഡങ്ങളും വന്ന് മുന്നിൽ മുട്ടുമ്പോൾ അതല്ലാതെ വേറെ നിർവാഹമില്ലാതെ നമ്മളൊക്കെ അതിൻ്റെ അടിമകളായി തീർന്നു പോകും. പലരും പറഞ്ഞിട്ടുണ്ട്, പലരും പങ്കുവെക്കാറുണ്ട്. നിങ്ങളൊക്കെ പറയുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും വിയോജിപ്പില്ല. പക്ഷെ ആകെ ഒരു പെൺകുട്ടി മാത്രമുള്ള വാപ്പയുടെ സങ്കടം നിങ്ങൾക്കറിയില്ല. ആകെ ഒരു പെൺകുട്ടി മാത്രമുള്ള ഒരാൾക്ക് ഇത്രയേറെ പണമുണ്ടായാൽ അതിൻ്റെ സങ്കടം നിങ്ങൾക്കറിയില്ല. കാരണം എൻ്റെ വീട്ടിൽ നടക്കുന്നൊരു കല്യാണം എത്രയോ കാലമായിട്ടുള്ള എൻ്റെ ഒരു കൊതിയാണ്. നിങ്ങൾക്കൊക്കെ പ്രസംഗിച്ചിട്ട് അതങ്ങനെ പറഞ്ഞ് ചെറുതാക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ആ കൊതി എനിക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരവസരത്തെ എനിക്ക് വേണ്ട എന്ന് വെക്കാൻ എൻ്റെ കുടുംബം അനുവദിക്കില്ല, എൻ്റെ ജീവിതം അനുവദിക്കില്ല. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെയും മക്കളുടെയും ഭാര്യയുടെയും സമൂഹത്തിൻ്റെയും ചുറ്റുപാടിൻ്റെയും ഒക്കെ സമ്മർദ്ദത്തിനൊടുവിൽ നമ്മളും ധൂർത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഇരകളായി മാറും. തൊട്ടു പിറ്റേ ദിവസം നമ്മൾ പറയും, പാടില്ലായിരുന്നു, വേണ്ടായിരുന്നു, ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു. ആ 3 വാക്കിലാണ് നമ്മളൊക്കെ ആശ്വാസം കണ്ടെത്താറുള്ളത്. എല്ലാം നടന്നതിൻ്റെ പിറ്റേന്ന് മാറിയിരുന്ന് പറയുന്ന വാക്കുകൾക്കപ്പുറത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ഇടപെടലുകളൊന്നും ഇതിൽ നടത്താൻ ഇതിൽ ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല. ഞാൻ ആ സാധാരണഗതിയിൽ ആവർത്തിച്ചു പങ്കുവെക്കാറുള്ള ധൂർത്തിൻ്റെ വിനാശകരമായ അവസ്ഥകളോ ആർഭാടത്തിൻ്റെ അല്ലെങ്കിൽ അനാചാരത്തിൻ്റെ ഇത്തരം ആധുനിക മാമാങ്കങ്ങളുടെ ഈ ദുസ്സഹമായ സാഹചര്യങ്ങളോ പറഞ്ഞ് ആവർത്തിച്ച് നിങ്ങളെ മടുപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ആ വിഷയങ്ങളിൽ നിന്ന് നമ്മൾക്ക് ചില ക്രിയാത്മകമായ പരിഹാരങ്ങളിലേക്ക് കണ്ണു തുറന്നുകൂടെ എന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സമയത്ത് ഉപയോഗപ്പെടുത്തുന്നത്. കാരണം പ്രശ്നങ്ങൾ പറഞ്ഞു പിരിഞ്ഞു പോയത് കൊണ്ട് കാര്യമായ മാറ്റം സമൂഹത്തിനുണ്ടാവാൻ സാധ്യതയില്ല. സങ്കടങ്ങൾ പങ്കുവെച്ചത് കൊണ്ട് നമ്മളെ സമൂഹത്തിൽ ഒരു പ്രശ്നവും തീരില്ല. ഒരു രാജ്യവും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല അവരുടെ പാരതന്ത്ര്യത്തിന്റെ കഥ പറഞ്ഞിരുന്നത് കൊണ്ട്. മറിച്ച് ചില പോരാട്ടങ്ങൾ നടത്തി, ചില പ്രതിയുദ്ധങ്ങൾ നടത്തി, ചില ഇടപെടലുകൾ നടത്തി. അങ്ങനെ നടത്തിയപ്പോഴാണ് അവിടെ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടായത്. നമുക്കും വേണ്ടത്, ഇന്ന് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, സമൂഹത്തിന്റെ ദൈന്യത പറഞ്ഞിട്ട് നമ്മളൊക്കെ സമയം കളയുകയാണ്. സമൂഹത്തിന്റെ ദുരന്തങ്ങൾ പങ്കുവെച്ചിട്ട് നമ്മളൊക്കെ കാലം കഴിക്കുകയാണ്. നമുക്ക് വേണ്ടത് ഇതെല്ലാം അറിഞ്ഞിട്ടും എന്തോ ചെയ്യാൻ കഴിയാത്ത മനസ്സിന്റെ വിമ്മിഷ്ടം മാറ്റണം. മനസ്സിന്റെ ഏതോ ഒരു കോണിൽ വന്ന ആ മുഖമൂടി മാറ്റണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പ്രയോഗമുണ്ട്, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. അവരുടെ ഹൃദയങ്ങളിലെല്ലാം അള്ളാഹു ചില മുദ്രകൾ ഇട്ടിട്ടുണ്ട്. ആ മുദ്ര വീണത് കൊണ്ട് തന്നെ, ആ സീൽക്കാരമുള്ളത് കൊണ്ട് തന്നെ അപ്പുറത്തുള്ള ലോകത്തിന്റെ വസന്തങ്ങൾ അവർക്ക് കാണാൻ വയ്യ. അപ്പുറത്തുള്ള ലോകത്തിന്റെ സുഖങ്ങൾ അവർക്ക് കാണാൻ കഴിയുന്നില്ല. ശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. മനോഹരമായ ഹൃദയങ്ങൾ അവർക്കുണ്ട്, ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. സുന്ദരമായ കണ്ണുണ്ട്, കാണാൻ അവർക്ക് കഴിയുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കാതുകളുണ്ട്, കേൾക്കാൻ കഴിയുന്നില്ല. വലഹും അഴ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, കാണാൻ കഴിയുന്നില്ല. എല്ലാം ഉണ്ട്, പക്ഷെ അതിന്റെ ഫലം കിട്ടുന്നില്ല. അവസാനം പറഞ്ഞു ഹൃദയമുണ്ട്, പക്ഷെ ചിന്തിക്കാൻ കഴിയുന്നില്ല. ഈ നന്മകളൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ അനുഗ്രഹമായി പടച്ചറബ് നൽകിയിട്ടുണ്ട്. സർവ്വലോകങ്ങളുടെയും നാനാജാതി മതവിഭാഗങ്ങൾക്കും ഭൂമിയിലുള്ളവർക്കെല്ലാം ഈ വിശേഷണങ്ങളുണ്ട്. പക്ഷെ ഈ വിശേഷണങ്ങൾ ഉപയോഗപ്പെടുത്തി മാറ്റത്തിന്റെ കാഹളം മുഴക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപരാധം. അവിടെയാണ് പ്രവാചകന്മാർ വന്നത്. അവിടെയാണ് കാലാകാലങ്ങളോളം സാമൂഹിക പരിഷ്കർത്താക്കൾ വന്നത്. അവിടെയാണ് ലോകത്തിന്റെ മതങ്ങളുടെ എല്ലാ ചിന്തകളും ലോകത്ത് കടന്നു വന്നത്. ഈ വഴിയിൽ കടന്നുപോയ മതങ്ങളെല്ലാം ലോകത്തോട് പ്രഘോഷിച്ചത്, ഈ ലോക അനുഭവവേദ്യമാക്കിയത് ഈ സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരെ, സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ ഒരു പരിഹാരം തേടിയുള്ള യാത്ര അനിവാര്യമാണ് എന്ന ബോധത്തിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ യാഥാർത്ഥ്യമായി നിലകൊള്ളുന്ന ഒരു പ്രശ്നത്തെ, നിങ്ങളെയും എന്നെയും പോലെയുള്ള സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, വേദനിക്കുന്ന, നൊമ്പരപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതേക്കുറിച്ചൊരു പുതിയ വായന അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. എവിടെയാണ് നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത്? എവിടെയാണ് നമ്മുടെ സമ്പത്ത് ചെലവഴിക്കേണ്ടത്? എവിടെയാണ് നമ്മുടെ നേതൃത്വം ചെലവഴിക്കേണ്ടത്? പ്രത്യേകിച്ചും മഹല്ലുകളിൽ. പ്രാദേശികമായ ഏറ്റവും ശക്തമായ കൂട്ടായ്മകളാണ് ഓരോ മതങ്ങൾക്കുമുള്ള ഇടവകകളും മഹല്ലുകളും വേദികളും ആ പ്രാദേശികമായ സംവിധാനങ്ങളും. ആ സംവിധാനങ്ങളുടെ ഉണർച്ച, ആ സംവിധാനങ്ങളുടെ കർമ്മപരമായ സജീവത അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. പക്ഷെ പ്രശ്നം ഇതെല്ലാം ഉണ്ട്, പക്ഷേ കണ്ണുകളുണ്ട്, കാണുന്നില്ല, കാതുകളുണ്ട്, കേൾക്കുന്നില്ല, ഹൃദയമുണ്ട്, ചിന്തിക്കുന്നില്ല എന്ന പോലെ ആർക്കും ഇതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നറിയില്ല. മഹല്ലിന്റെ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇടപെടുന്നവർ, സംഘടനകളുടെ അമരത്തിരിക്കുന്നവർ, സ്ഥാപനങ്ങളുടെ മേധാവിത്വത്തിൽ ഇരിക്കുന്നവർ, ഇങ്ങനെ എല്ലാ അവസരങ്ങളും കയ്യിലുണ്ടായിട്ടും നമ്മളെ കയ്യിൽ നമ്മൾ കണ്ടതൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ ചെന്ന് തൊടുന്നില്ല എന്നതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം. പണ്ടൊക്കെ രസകരമായി പറയാറുള്ളൊരു കഥയുണ്ട്. ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരാൾ മരണവാർത്ത പങ്കുവെച്ചൊരു കഥ. ഇദ്ദേഹം ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടപ്പോൾ മറ്റൊരാളോട് ചെന്നിട്ട് പറയാണ്, ഒരു കണ്ണുപൊട്ടനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്ത് കയ്യും പിടിച്ച് ചെന്നിട്ട് പറയുകയാണ്, അയൽപക്കത്തുള്ള മൊയ്തീൻക മരണപ്പെട്ട വാർത്ത പറഞ്ഞപ്പോൾ ആ സ്നേഹിതൻ ഇങ്ങനെ കേട്ട ഉടനെ, ഇപ്പം ആ അർത്ഥത്തിൽ നമുക്ക് കുറേ അധികം പ്രശ്നങ്ങൾ, കുറേ അധികം വിഷയങ്ങൾ നമുക്കറിയാം. പക്ഷെ ഇതിൻ്റെ ഒന്നും പ്രതിനിധാനം ശരിയാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. ഇസ്ലാമികമായ സമൂഹത്തെക്കുറിച്ച് പറയുന്നവർക്ക് ഇസ്ലാം അറിയില്ല. യഥാർത്ഥത്തിലുള്ള ആത്മീയതയെപ്പറ്റി സംസാരിക്കുന്നവർ ആത്മീയതയെ അനുഭവിക്കാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിലുള്ള സാമൂഹിക പ്രവർത്തനത്തെക്കുറിച്ച് വാചാലമാകുന്നവർക്ക് സാമൂഹിക പ്രവർത്തനത്തെ അതിനെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ആഴത്തിൽ തൊട്ട് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകുന്നു. ഇങ്ങനെയെല്ലാം പറയുന്നവർക്ക് ഉള്ളിൽ അത് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഞാൻ അതിനാണ് നേരത്തെ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള രസകരമായൊരു കഥ ഓർത്തത്. സാധാരണ ഒരു ചെറുപ്പക്കാരനായ ജന്മന കണ്ണ് കാണാത്ത ഒരു കണ്ണുപൊട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു സ്നേഹിതൻ പറഞ്ഞു അത്രേ, അയൽപക്കത്തുള്ള ഒരു സഹോദരൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞ ഉടനെ ജന്മന കണ്ണ് കാണാത്ത ആ സാധുവായ മനുഷ്യൻ കൗതുകം കൊണ്ട് ചോദിച്ചു, എങ്ങനെ മരിച്ചത്? ഉടനെ പറഞ്ഞു,
മോര് കുടിച്ചിട്ട് തരിമൂക്കിൽ കുടുങ്ങിയിട്ടാണ് മരിച്ചത്. മോര് കുടിച്ചിട്ട് തരിമൂക്കിൽ കുടുങ്ങിയിട്ടാണ് മരിച്ചത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ തരി പോവാന്ന് പറയും. അങ്ങനെ ആയിട്ടാണ് മരിച്ചത്. അപ്പോൾ ഈ കണ്ണുപൊട്ടനായ സുഹൃത്തിന് ഇത് മനസ്സിലായില്ല. ഉടനെ ചോദിച്ചു, അല്ല അങ്ങ് എന്താണ് ഈ മോര് എന്ന് പറഞ്ഞാൽ? കുറേ ആലോചിച്ചിട്ട് ഈ കണ്ണുപൊട്ടനോട് ഈ സഹോദരൻ പറഞ്ഞു, മോര് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പാല് പോലൊക്കെ തന്നെയാണ്. ഉടനെ ഈ ജന്മന കണ്ണ് കാണാത്ത സ്നേഹിതൻ തിരിച്ചു ചോദിച്ചു, അല്ല സുഹൃത്തെ, മോരെന്താന്ന് കണ്ടിട്ടില്ലാത്ത ഞാൻ എങ്ങനെ പാല് കാണുക? അപ്പോൾ പാലെന്താന്നായി അടുത്ത ചോദ്യം. അപ്പോൾ രണ്ടാമത് പാലിനെ പറ്റി വിശദീകരണം ചോദിച്ചപ്പോൾ ഇയാൾ അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകളോട് നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ കുടുങ്ങിപ്പോവും. കാരണം ഇവരിട്ട് വിടൂല്ല, നമുക്കിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുമില്ല. അപ്പോൾ എന്ന പോലെ ഇതിലും കുടുങ്ങി. അപ്പോൾ ഇയാൾ ചോദിച്ചു, പാലെന്താന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു അത് ഏതാണ്ട് വെളുത്തിട്ടാണെന്നു. അപ്പോൾ ഇയാൾ ചോദിച്ചു, മോരെന്താന്ന് അറിയാത്ത ഞാൻ, പാലെന്താന്നറിയാത്ത ഞാൻ, ജന്മന കണ്ണ് കാണാത്ത ഞാൻ എങ്ങനെ വെളുപ്പ് കാണുക? അപ്പോൾ എന്താ വെളുപ്പ് എന്നായി ചർച്ച. അവസാനം ഇയാൾ രക്ഷപ്പെടൂല എന്ന് കണ്ടപ്പം ഏതാണ്ട് ഇദ്ദേഹം പറഞ്ഞു, വയലുകളിലൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ പോയാൽ ഒരു കൊക്കിനെ കാണാം, ഒരു പ്രാവിനൊക്കെ അല്ലെ പക്ഷീനൊക്കെ കാണാം. അതുപോലെയാണ്, അതിൻ്റെ നിറാണ് വെളുപ്പ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു. ഉടനെ ഈ സ്നേഹിതൻ പറഞ്ഞു, അല്ല മനുഷ്യൻ, നിനക്ക് വിവരമില്ലേ? കാരണം മോര് കാണാത്ത, പാല് കാണാത്ത, വെളുപ്പ് കാണാത്ത ഞാൻ എങ്ങനെ കൊക്കിനെ കാണുക? അപ്പോൾ എന്താ ഈ കൊക്കെന്ന്? അപ്പോൾ പറഞ്ഞു, ഇനി എന്നോട് വർത്താനില്ല, കാര്യം കൃത്യമായി പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ വളച്ച് പിടിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് തൊട്ട് നോക്ക്, ഏതാണ്ട് ഈ രൂപമാണ് കൊക്കിന്. ഇങ്ങനെ വളഞ്ഞ് കിടക്കണം. ഈ കൈ ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു, വർത്താനില്ലെങ്കിൽ തൊട്ടാൻ മതി. ഇങ്ങനെ അവനിങ്ങനെ തൊട്ട് നോക്കിയിട്ട് ആ കണ്ണുവട്ടം പറഞ്ഞു അത്രേ, ഓ ഇങ്ങനെയാണെങ്കിൽ മൊയ്തീൻക മാത്രമല്ല, നാട്ടിൽ ആരും മോര് കുടിച്ചാൽ തൊണ്ടേ കുടുങ്ങി മരിച്ചു. കാരണം ഈ ജാതി വളവുള്ള സാധനമാണല്ലോ മോര്. എങ്ങോട്ടെന്നോ എവിടേക്കെന്നോ സ്വയം ഹന്ത വിവരമില്ലാതെ അന്ധകാര പ്രാന്തരത്തിൽ അന്തരെ അന്തർനയിപ്പു. എങ്ങോട്ടെന്നോ എവിടേക്കെന്നോ സ്വയം ഹന്ത വിവരമില്ലാതെ അന്ധകാര പ്രാന്തരത്തിൽ അന്തരെ അന്തർനയിപ്പു. ഇരുട്ട് മൂടിക്കിടക്കുന്ന രാത്രിയിൽ ഒരു കണ്ണുപൊട്ടന്റെ കയ്യും പിടിച്ച് വേറൊരു കണ്ണുപൊട്ടൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രഹസന. അതുപോലെയായി മാറിയിരിക്കുന്നു നമ്മൾ ഇന്നത്തെ കാലം. കണ്ണുപൊട്ടനാണ് മറ്റൊരു കണ്ണുപൊട്ടന്റെ കയ്യും പിടിച്ചിട്ട് നിന്റെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിച്ചു തരാം എന്ന് വാഗ്ദാനം ചെയ്യുന്നത്. ആ അന്ധത ഉള്ളിടത്തോളം എങ്ങോട്ടാണെന്നോ എവിടേക്കാണെന്നോ സ്വയം ഹന്ത വിവരമില്ലാതെ അന്ധകാര പ്രാന്തരത്തിൽ അന്തരെ അന്തർനയിപ്പു. ഇതായിരിക്കും കാലഘട്ടത്തിന്റെ ഘടന. ഈ ഘടനയുടെ ദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇസ്ലാമിനെ പറ്റി വാചാലമാകുന്നു, ഇസ്ലാമിനെ അവർ അനുഭവിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം ഈ സമൂഹത്തിന് വരാനുണ്ട്. ആ കാലഘട്ടം വന്നാൽ സയഅതി സമാനുൻ അലാ ഉമ്മത്തി യൻദരിസു ഫീഹിൽ ഇസ്ലാം ഹൈസു ലാ യദ്രി കൈഫ യുസല്ലി വകൈഫ യഹജ്ജു വകൈഫ യസൂം ലഅൻ യുറബ്ബി അജ്റവതഹു ഖൈറും മിൻ അൻ യുറബ്ബി വലദൻ മിൻ സുൽബിഹി. സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ മേലൊരു കാലഘട്ടം വരാനുണ്ട്. ആ കാലമെങ്ങാനും വന്നാൽ ഹൈസു ലാ യദ്രി കൈഫ യുസല്ലി വകൈഫ യഹജ്ജു വകൈഫ യസൂം, എങ്ങനെ നോമ്പെടുക്കണമെന്ന് അവർക്കറിയില്ല, എങ്ങനെ നിസ്കരിക്കണമെന്ന് അവർക്കറിയില്ല, എങ്ങനെ ഹജ്ജ് ചെയ്യണമെന്ന് അറിയാത്തൊരു കാലഘട്ടം എൻ്റെ ഉമ്മത്തിന് വരാനുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരു കാലം വന്നാൽ ലഅൻ യുറബ്ബിയ ജിർവതഹു ഖൈറും മിൻ അൻ യുറബ്ബിയ വലദൻ മിൻ സുൽബിഹി. അങ്ങനെ ഒരു കാലം വന്നാൽ വീട്ടുമുറ്റത്തൊരു പട്ടിയെ പോറ്റുന്നതാണ് സ്വന്തം വീട്ടിലൊരു കുട്ടിയെ പോറ്റുന്നതിനേക്കാൾ നല്ലതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വീട്ടുമുറ്റത്തൊരു പട്ടിക്കുട്ടിയെ പോറ്റുന്നതിൻ്റെ ഗുണം വീട്ടിനുള്ളിൽ ഒരു കുട്ടിയെ പോറ്റുന്നത് കൊണ്ട് കിട്ടാത്ത കാലം വരും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ കാലഘട്ടം വന്നാലോ അവിടെ പ്രയോഗിച്ച അറബി പദം ഹൈസു ലാ യദ്രി. ഹൈസു ലാ യദ്രി, ഹൈസിയത്ത് അവർക്കറിയില്ല. എങ്ങനെയെന്ന് നിസ്കരിക്കുന്നത് അറിയാം, നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ നിസ്കരിക്കേണ്ട രൂപത്തിലല്ല അവർ നിസ്കരിക്കുന്നത്. നോമ്പെടുക്കുന്നുണ്ട്, പക്ഷെ നോമ്പിന്റെ ചൈതന്യമല്ല അവരേറ്റെടുക്കുന്നത്. ഹജ്ജ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഹജ്ജിന്റെ ചൈതന്യമല്ല അവരേറ്റെടുക്കുന്നത്. എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നിന്റെയും ആഴം അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല, ഒന്നിന്റെയും ഉള്ളറിയാൻ അവർക്ക് കഴിയുന്നില്ല. ഹൈസു ലാ യദ്രി, എങ്ങനെയാണോ എவ்விதമാണോ നടക്കേണ്ടത് ആ വിധം അറിയാത്തൊരു കാലഘട്ടം എൻ്റെ സമൂഹത്തിന് വരും. ആ കാലം വന്നാൽ വാപ്പയോട് മക്കൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് മക്കൾക്കറിയില്ല. എന്താ മക്കളോടുള്ള മാതാപിതാക്കളുടെ കടമയെന്ന് മാതാപിതാക്കൾക്കറിയില്ല. അധ്യാപകരോട് കുട്ടികൾക്ക്, കുട്ടികളോട് അധ്യാപകരോട്, അധ്യാപകർക്ക് നേതാക്കൾക്ക് അനുയായികളോട്, അനുയായികൾക്ക് നേതാക്കളോട്, ഇതിലെല്ലാം അവ്യക്തത കടന്നു വരുന്ന ഒരു കാലഘട്ടം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാണ്.
ഈ അവ്യക്തത വരുന്ന കാലം വരുമ്പോൾ ഞാനീ പറഞ്ഞത് നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലത്തെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ സമുദായ മധ്യത്തിൽ വളർന്നു വരും, സമുദായ മധ്യത്തിൽ സജീവമാകും. ഈ സജീവമാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പിന്നെ ചികഞ്ഞോടാൻ പറ്റണമെങ്കിൽ ഭൗതികമായ മേൽപ്പരപ്പ് വിട്ട് ആത്മീയതയുടെ ഉള്ളിലേക്ക് കടക്കാൻ എനിക്ക് നിങ്ങൾക്കും പറ്റണം. ആത്മീയതയുടെ അളവുകോല് വെച്ചിട്ട് മതത്തെ പഠിക്കാൻ, ദീനിനെ പഠിക്കാൻ, മഹലിനെ പഠിക്കാൻ, സംഘടനയെ പഠിക്കാൻ, സ്ഥാപനത്തെ പഠിക്കാൻ, സേവനത്തെ പഠിക്കാൻ, സ്വന്തം ജീവിതത്തെ പഠിക്കാൻ കഴിയുന്ന ഒരു ആഴം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ഒരു സ്വഹാബി, അല്ല പ്രിയപ്പെട്ട പ്രവാചകരെ, ഊസീനി യാ റസൂലല്ലാഹ്, പ്രിയപ്പെട്ട ഹബീബെ ഒന്ന് എന്നെ ഉപദേശിക്കുമോ? ആ ഉപദേശം കൊണ്ട് എനിക്ക് എൻ്റെ ഖിയാം അവസാനം വരെ, ജീവിത അവസാനം വരെ, ലക്ഷ്യ സാക്ഷാത്കാരം വരെ എനിക്ക് ആ ഉപദേശം മതി. അങ്ങനത്തെ ഒരു ഉപദേശം എനിക്ക് തരാൻ കഴിയുമോ പ്രിയപ്പെട്ട പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹി സുമ്മസ്തഖിം. ഖുൽ ആമൻതു ബില്ലാഹി, നീ ആദ്യം പറയുക അല്ലാഹുവിനെ കൊണ്ട് ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. സുമ്മസ്തഖിം, ഖുൽ ആമൻതു ബില്ലാഹി, നിന്റെ വിശ്വാസത്തെ നീ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് സുമ്മസ്തഖിം, ഉള്ളത് നല്ല നിലക്ക് കൊണ്ട് നടക്കുക. ഇസ്തഖിം, ചൊവ്വായ വഴിയിൽ കൊണ്ട് നടക്കുക. അത് ജീവിതമാകട്ടെ, കുടുംബമാവട്ടെ, അധ്വാനമാവട്ടെ, സേവനമാകട്ടെ, സാമൂഹിക പ്രവർത്തനമാകട്ടെ, ഇടപെടലുകളാവട്ടെ, നമ്മുടെ മകലുകളാവട്ടെ, ഏതേത് മേഖലകളായിരുന്നാലും അത് ചൊവ്വായ രീതിയിൽ വക്രതകളില്ലാതെ, വളഞ്ഞുപിടിക്കലുകളില്ലാതെ, അസ്വസ്ഥതകളില്ലാതെ കൊണ്ട് നടക്കാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുക. അതിന് സാധിക്കണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പുതിയ കാലഘട്ടത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സാഹചര്യങ്ങളുടെ ഒഴുക്കിലൊഴുകുന്ന ജീവിതം മാറേണ്ടിയിരിക്കുന്നു. സാഹചര്യങ്ങളുടെ ഒഴുക്കിലൊഴുകുന്ന ജീവിതം മാറേണ്ടിയിരിക്കുന്നു. അവിടം വെച്ച് വേണം ഈ പ്രശ്നത്തെ സമീപിക്കാൻ. ഈ പ്രശ്നത്തെ മുകളിൽ നിന്ന് സമീപിക്കുന്നതിന് പകരം അതിൻ്റെ വേരിൽ നിന്ന് കാണാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ന്യൂയോർക്കിലെ ഒരു എഴുത്തുകാരൻ എഴുതിയ ഒരു കഥയുണ്ട്. എന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളൊരു കഥയാണ്. ആ കഥ ഇങ്ങനെയാണ്. എന്താണ് ഈ ഭൗതികമായ സാഹചര്യങ്ങളുടെ ഒഴുക്കിലൊഴുകുന്ന മനുഷ്യന് സംഭവിക്കുന്ന അപജയം എന്താ എന്ന് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം കോറിയിട്ടിട്ടുള്ളൊരു കഥയാണ്. ആ കഥ മതി ഇതിനെ വിശദീകരിക്കാൻ. അദ്ദേഹം സൂചിപ്പിക്കുന്നത് പല ജീവജാലങ്ങളും ഭൂമിയിൽ പടച്ച് സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വരുന്നൊരു രംഗം. കഥ മാത്രമാണ്, അതിന് മതപരമായൊന്നും അടിസ്ഥാനമൊന്നുമില്ല. ആ കഥയിൽ പറയുന്ന രംഗം ഇതാണ്. ദൈവം ഭൂമി ലോകത്തുള്ള സകല ചരാചരങ്ങളെയും പടക്കുകയാണ്. അപ്പൊ പടക്കണ കൂട്ടത്തിൽ ആദ്യമായി പടക്കുന്നത് ഓരോ ജീവജാലങ്ങൾ ഇങ്ങനെ വിളിക്കുന്നു, അതിനോട് ഇങ്ങനെ ഓരോ ഉത്തരവാദിത്തങ്ങൾ പറയുന്നു, എന്നിട്ട് അത് പടക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആദ്യമായി ദൈവം കഴുതയെ വിളിച്ചു. കഴുതയെ വിളിച്ചിട്ട് പറഞ്ഞു അത്രേ, പ്രിയപ്പെട്ട കഴുതേ, നിനക്ക് ഈ ഭൂമിയിൽ ഒറ്റ ദൗത്യമുള്ളൂ. ദൗത്യം എന്താണെന്നറിയോ? ആളുകളുടെ ഭാണ്ഡം പേറുക, ഭാരം പേറുക, വിഴുപ്പലകകൾ പേറുക, സ്വത്തിനും ഭൂമിയൊക്കെ ഇങ്ങനെ തലയിലേറ്റി അവർക്ക് കാവൽ നിന്ന് അവരുടെ വെപ്പാട്ടിയായി ആ ഭാരങ്ങളും ഭാണ്ഡങ്ങളൊക്കെ പേറി അവരോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുക, അവരുടെ കച്ചവടത്തിൽ, അവരുടെ ഭൂമിയിൽ, അവരുടെ സ്വത്തിൽ. അങ്ങനെ നീ ആളുകളുടെ ഭാണ്ഡവും ഭാരവും പേറി അവരുടെ ഒരു വെപ്പാട്ടിയായി നീ അങ്ങനെ ജീവിക്കണം. അങ്ങനെ നീ ജീവിച്ച് മുന്നോട്ട് പോവുക, അതാ നിന്റെ ദൗത്യം. കഴുത പറഞ്ഞു, ദൈവമേ, എനിക്കതിൽ എതിർപ്പൊന്നുമില്ല, ആൾക്കാർക്കൊരു ഉപകാരം കിട്ടുമല്ലോ എന്നെ കൊണ്ട്, ഞാൻ ഈ ഭാണ്ഡവും ഭാരവും ഒക്കെ പേറിപ്പോകാം. പക്ഷെ നീ എത്ര കൊല്ലം അങ്ങനെ ജീവിക്കാനാണ് എനിക്ക് കണക്കാക്കിയത്? ഉടനെ പറഞ്ഞു അത്ര 40 കൊല്ലം നീ അങ്ങനെ ജീവിക്കണം. ഉടനെ പറഞ്ഞു 40 കൊല്ലം നടക്കൂല, ഇറ്റ് ഈസ് ടു മച്ച്, അത് വളരെ കൂടുതലാണ്. കാരണം 40 കൊല്ലമൊന്നും എനിക്കൊരു ഉറുപ്പ്യൻ്റെ ഉപകാരം ഇല്ലാത്ത ഭാരം പേറി നടന്നുകൊണ്ട് എനിക്ക് കഴിയൂല. കാരണം അതുകൊണ്ട് എനിക്കൊരു ഓഹരി പോലും കിട്ടാനില്ല. അതുകൊണ്ട് കൊല്ലം കുറച്ചാൽ നോക്കാന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു അത്രേ, എന്നാൽ പിന്നെ 15 കൊല്ലം, ഒരു 20 കൊല്ലം പകുതി എടുക്ക്, പകുതി ഒഴിവാക്കി കളന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞാൽ അത് റെഡി, 20 കൊല്ലം ഞാൻ ജീവിക്കാം, ആൾക്കാരുടെ ഭാരവും പേറാം, ഭാണ്ഡവും പേറാം, ഒരു വെപ്പാട്ടിയായി അങ്ങനെ ജീവിക്കാം. പക്ഷെ 20 ഈ തിരിച്ചെടുക്കണം. അങ്ങനെ ദൈവം 20 തിരിച്ചെടുത്തു. കഥ മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ ജീവി നായ. നായയെ വിളിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ ഡോഗ്, നിനക്ക് ഈ ഭൂമിയിൽ ഒറ്റ ദൗത്യമുള്ളൂ, ആളുകളുടെ വീടിനും സ്വത്തിനൊക്കെ കാവൽ നിൽക്കുക. അവരുടെ സ്വത്തിനും വീടിനൊക്കെ കാവൽ നിൽക്കുക. കള്ളം വരുന്നുണ്ടോ, ആരെങ്കിലുമൊക്കെ തട്ടിപ്പറിച്ച് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വീടിൻ്റെ മുന്നിൽ കുരച്ച് ചാടി വരുന്നവരെയൊക്കെ പേടിപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അത്രേ നിനക്ക് ദൗത്യമുള്ളൂ. ഉടനെ ചോദിച്ചു, കുഴപ്പമില്ല, ആൾക്കാരുടെ കാവൽക്കാരനായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ, ആ കാവൽക്കാരൻ്റെ പണി ഞാൻ ചെയ്യാം. എത്ര കൊല്ലം ജീവിക്കണം? ഉടനെ പറഞ്ഞു, അങ്ങനെ നീ ഒരു 30 കൊല്ലെങ്കിലും ജീവിക്കണം. നായ പറഞ്ഞു, നിങ്ങൾ എന്തായി പറയണത്? വേറെ ആളെ പുരക്ക്, വേറെ ആളെ സ്വത്തിന്, വേറെ ആളെ ജീവന് ഞാനിങ്ങനെ 30 കൊല്ലം കാവൽ നിൽക്കാനോ? അതിനെന്നെ കിട്ടൂല, കുറക്കണം. അപ്പോൾ ദൈവം പറഞ്ഞു, അതിനെന്താ വഴി? ഉടനെ പറഞ്ഞു, പകുതി മതി, പകുതി ഈ തിരിച്ചെടുക്കണം. അങ്ങനെ പകുതി നായയും ഒഴിവാക്കി, 15 കൊല്ലം മാത്രം എടുത്തു. അവസാനം മൂന്നാമത്തത് കുരങ്ങിനെ സൃഷ്ടിക്കുകയാണ് അത്രേ. കുരങ്ങിനെ സൃഷ്ടിക്കുമ്പോൾ പറഞ്ഞു, മിസ്റ്റർ മങ്കി, നിനക്ക് വേറെ ദൗത്യമൊന്നുമില്ല, നിനക്ക് ഇവരെ പറഞ്ഞ പോലെ ഭാരവും പേറണ്ട, കാവലും നിൽക്കണ്ട, നിനക്ക് ഒരു ലക്ഷ്യവും ദുനിയാവിൽ ഇല്ലാത്തൊരു ജീവിയാണ് ഇനി.
നീ ഇങ്ങനെ ജീവിക്കുക, പെറ്റ് പെരുകുക എന്നല്ലാതെ വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല. ആകെയുള്ള പണി എന്താണെന്നറിയോ? ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് ചാടി ചാടി ഇങ്ങനെ കളിപ്പിച്ച് ചിരിപ്പിച്ച് ഇങ്ങനെ നടക്കുക, മോണ കാട്ടി നാട്ടുകാരെ ചിരിപ്പിക്കുക, പോണ വഴിയിൽ ആൾക്കാരെയൊക്കെ കൗതുകം കാണിക്കുക, എല്ലാവരോടും കുസൃതി കാണിക്കുക. വേറെ ഉത്തരവാദിത്തമില്ല. കാരണം ആൾക്കാർക്ക് ചിരിക്കാനും സന്തോഷിക്കാനും വേണ്ടിയാണ് നീ. വേറെ നിന്നെ കൊണ്ടൊരു പണിയൊന്നും ആരും ഉദ്ദേശിക്കണില്ല. കാരണം എല്ലാവർക്കും പണി കൊടുക്കലാണ് നിന്റെ പണി. ഉടനെ കുരങ്ങ് ഇതൊക്കെ കേട്ടിട്ട് ചോദിച്ചാൽ രസമുണ്ടല്ലോ ഉത്തരവാദിത്തം. കാരണം വേറെ ഒരു ശൂലും ഇല്ല, വേറെ ഒരു ബേജാറും ഇല്ല. ഇങ്ങനെ തിന്നുക, ചാടുക, തുള്ളുക, ചിരിപ്പിക്കുക. അങ്ങനെ എത്ര കൊല്ലം ജീവിക്കണം എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു ജീവിക്കലൊക്കെ പറയാം, 20 കൊല്ലെങ്കിലും ഈ അങ്ങനെ ജീവിക്കണം. കുരങ്ങ് പറഞ്ഞു നിങ്ങൾ എന്താ പറയുന്നത്? വെറും ആൾക്കാരെ ചിരിപ്പിച്ച് കളിപ്പിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ 20 കൊല്ലം, ഇറ്റ്സ് ടു മച്ച്, പറ്റൂല. അപ്പോൾ എത്ര പറ്റുമെന്ന് വെച്ചു? 10 കൊല്ലം. അങ്ങനെ 10 കുരങ്ങ് ഒഴിവാക്കി. കഥയുടെ അവസാനം ഇങ്ങനെയാണ്. ഈ 3 ജീവജാലങ്ങളും പകുതി ഒഴിവാക്കി. എന്നിട്ട് അവസാനമായി മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ ജീവികളെ പോലെയൊന്നുമല്ല, ഇത് ഭൂമിയിലെ പ്രതിനിധിയാണ്, ഈ പ്രപഞ്ചത്തിന്റെ നായകനാണ്, ഈ ജീവജാലങ്ങളുടെ എല്ലാം അധിപനാണ്. ഇക്കണ്ട കഴുതയും നായയും കുരങ്ങൊക്കെ നിനക്കാണ്. ഈ പ്രപഞ്ചവും ഭൂമിയൊക്കെ നിന്റെ കീഴിലാണ്. നീയാണ് ഇതിനൊക്കെ അടക്കി ഭരിക്കുന്നത്. അങ്ങനെ ഭരിച്ച് നിയന്ത്രിച്ച് ഇവരുടെയൊക്കെ മേധാവിയായി, രാജാവായി, നേതാവായി, പ്രപഞ്ചത്തിന്റെ അധിപനായി, അവകാശിയായി അങ്ങനെ നീ ജീവിക്കണം. ആവേശത്തിന്റെ ആരവത്തിൽ മനുഷ്യൻ ചോദിച്ചു, നല്ല ദൗത്യമാണല്ലോ, നല്ല റോളാണല്ലോ, നല്ല വേഷമാണല്ലോ, ഈ എത്ര കൊല്ലം തരുമെന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു, അത്ര നിനക്ക് 20 കൊല്ലം ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ രാജാവായി, തേരാളിയായി ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ തിളങ്ങി വിളങ്ങി ഒരു 20 കൊല്ലം ജീവിച്ചോളാൻ പറഞ്ഞു. മനുഷ്യന്റെ മൂഡ് തേച്ചും പോയി. മനുഷ്യൻ പറഞ്ഞു, ഇത്രയും നല്ലൊരു റോള് തന്നിട്ട് ആകെ 20 കൊല്ലോ? 20 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇതാന്ന് പറയുമ്പോൾ തീരൂലേ? ആ 20 കൊല്ലം കൊണ്ടൊന്നും ഇങ്ങനെയുള്ള വലിയ ദൗത്യമൊന്നും ചെയ്യാൻ കഴിയില്ല. തെരിയാൻ എന്നെ വിടുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ കൊല്ലം വേണമെന്ന് പറഞ്ഞു. അപ്പം മനുഷ്യൻ മാത്രമേ കൂടുതൽ കാലം ചോദിച്ചിട്ടുള്ളൂ. ഉടനെ ദൈവം പറഞ്ഞു, എല്ലാവരും കൊടുത്തത് പകുതി തിരിച്ചു തന്നിരിക്കുകയാണ്, നീയാണ് വീണ്ടും ചോദിക്കുകയാണ്, എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പം അതിന് നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ബുദ്ധിമാനായ മനുഷ്യൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, നിന്റെ ഖജനാവിൽ തരാൻ ബാക്കിയില്ലെങ്കിൽ ആദ്യം കണക്കാക്കിയിട്ട് ഓലൊക്കെ പിൻവലിച്ച തുക ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് തരിക. കഴുതൻ്റെ ഒരു 20, അതുപോലെ നായൻ്റെ ഒരു 15, കുരങ്ങിൻ്റെ ഒരു 10. 20ഉം 15ഉം 35ഉം 10ഉം 45. ഇപ്പം എനിക്ക് തന്ന ഒരു 40ഉം 20ഉം അപ്പം 65. അമാറു ഉമ്മത്തി മാബൈന സിത്തീന വസവഴീൻ. 60ൻ്റെ 70ൻ്റെ ഇടയിലാണ് ഏതാണ്ട് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ്. അപ്പം ഇങ്ങനെ തൽക്കാലം ഞാനങ്ങ് ഒപ്പിച്ചോളാം എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, എന്നാൽ നിൻ്റെ ആഗ്രഹം നടക്കട്ടെ, അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് ആ കഥ. ഈ കഥയും ഇന്നത്തെ നമ്മളെ ജീവിതവും നിങ്ങളൊന്ന് ബന്ധപ്പെടുത്തി നോക്കി. നമ്മൾ ഇന്നത്തെ ജീവിതവും ഈ കഥയും അക്ഷരാർത്ഥത്തിൽ ആദ്യത്തെ ഒരു 20 കൊല്ലം പാസ്പോർട്ടും അടിച്ചിട്ട് അബുദാബിയിലേക്ക് കയറുന്നതിന് മുമ്പുള്ളൊരു കാലം, ആ കാലം നമ്മളൊക്കെ ഒരു മനുഷ്യൻ്റെ ഒരു ഉശിരോടുകൂടി, ആവേശത്തോടു കൂടി, ആർജവത്തോടു കൂടി തിളങ്ങി വിളങ്ങി ജീവിച്ചിട്ടുള്ളൂ. ഇങ്ങനെ കൂടി ആഘോഷിച്ച് വരുമ്പോഴാണ് വീട്ടുകാർ പറഞ്ഞത്, അല്ല മോനെ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ, അല്ല എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തം വേണ്ടേ, ഇതൊക്കെ ഒന്ന് നടത്തണ്ടേ, ഈ ഉത്തരവാദിത്തമൊക്കെ നീങ്ങണ്ടേ. അങ്ങനെ പറഞ്ഞ് വന്നപ്പോൾ നിങ്ങൾ കയറി ഇങ്ങോട്ടൊക്കെ വന്നു. അല്ല വേറെ ആളാണെങ്കിൽ വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹമായിട്ടും ജോലിയായിട്ടും ഉത്തരവാദിത്തം ഏറ്റെടുത്തു. കുടുംബത്തിന്റെ ഭാരം. കഴുതയുടെ ജീവിതം തുടങ്ങി, ഭാണ്ഡം പേറാൻ തുടങ്ങി, ഭാരം പേറാൻ തുടങ്ങി. ആ ഭാരം പേറി ഒന്ന് കഴിഞ്ഞാൽ നിൽക്കോ ഇല്ല. ഒരു കെട്ടിറക്കി വെച്ചാൽ അടുത്ത കെട്ട് വെക്കണ പോലെ ആദ്യം വിവാഹമായിരുന്നു, അത് കഴിയുമ്പോഴേക്ക് വീടായി, വീട് കഴിയുമ്പോഴേക്ക് മക്കളെ കഴിയുമ്പോഴേക്ക് കെട്ടിക്കൽ കഴിയുമ്പോഴേക്ക് മക്കളുടെ വീടായി. പ്രശ്നങ്ങൾ ഒന്ന് മുതകൊടിഞ്ഞ് എടുത്തു വെക്കുമ്പോഴേക്ക് അടുത്ത പ്രശ്നം വരും. ആ പ്രശ്നമൊക്കെ വന്നിട്ട് അങ്ങനെ 40 വയസ്സ് വരെ അവിശ്രമ പരിശ്രമം, ഒരു വിശ്രമവും ഇല്ല. ഇങ്ങനെ ഭാരം പേറി കഴുതൻ്റെ ആയുസ്സാണ് മനുഷ്യനുണ്ടാവുക. ആ പ്രായത്തിലുള്ള പലരും ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ഏതാണ്ട് ആ റോള് ചെയ്യുന്ന ആളുകൾ. ഭാരം ഇങ്ങനെ പേറുക, ഒന്ന് ഇറക്കി വെക്കുമ്പോൾ നമ്മൾ പറയും, ഇതോടെ എൻ്റെ പ്രശ്നമൊക്കെ തീർന്ന്. പക്ഷെ അപ്പോഴേക്ക് പുതിയ പ്രശ്നം വരും, അതും നമ്മൾ പേറും. അങ്ങനെ 40 കഴിയുമ്പോൾ ഏത് സ്റ്റേജിലെത്തി? നമ്മൾ ആയുസ് കഴിഞ്ഞല്ലോ, പിന്നെ അടുത്ത ആൾ ആയുസ് വാങ്ങണം, നായൻ്റെ ആയുസ് എത്തും. 40 കഴിഞ്ഞ് 40-45 ആകുമ്പോൾ നിങ്ങൾ ഇവിടുന്നൊക്കെ നിർത്തി നാട്ടിലേക്ക് പോകും. അപ്പോഴേക്ക് മക്കളൊക്കെ ഏതാണ്ട് നല്ല വലിയ നിലയിലെത്തിയിട്ടുണ്ടാവും. പെൺകുട്ടികളെ കെട്ടിച്ച്, ആൺകുട്ടികളെ കെട്ടിച്ച് എല്ലാം 4 വഴിക്ക് പോയി. തറവാടും സ്വത്തും ഭൂമിയായിട്ട് നിങ്ങളുണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എന്താ പണി? ആ ഭൂമിക്കും വീടിനെല്ലാം കാവൽ നിൽക്കാൻ ആൾ വേണം. ആ കാവൽ നിൽക്കുന്ന പണി വാപ്പയും അമ്മയും തുടങ്ങി. അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോഴേക്ക് കുരക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നായ കുരക്കണ പോലെ കുരക്കും. അതുവഴി കള്ളന്മാരും പ്രശ്നക്കാരൊന്നും വരില്ല. സ്വത്തും ഭൂമിയൊക്കെ സാധുക്കൾ സംരക്ഷിക്കും. അവർക്കറിയാം ഒരു ഉറുപ്പ്യ അവർക്ക് കിട്ടില്ല, ഇത് മക്കൾക്കുള്ളതാണ്. എന്നാൽ പോലെ ഒരു 40 മുതൽ 55 വയസ്സ് വരെ അവരങ്ങനെ സംരക്ഷിച്ചു കൊണ്ട് നടക്കും. ഒരു 50 ആകുമ്പോൾ മക്കൾ വന്നിട്ട് പറയും, അല്ല വാപ്പ നിങ്ങളുള്ള കാലത്ത് തന്നെ ഇതിനൊക്കെ ഒരു തീരുമാനമാക്കിയാൽ അതല്ലേ നല്ലത്. അല്ല ഉമ്മനോട് പറയും, ഇതൊക്കെ ഉള്ള കാലത്ത് നിങ്ങളെ കണ്ണ് ചിമ്മണതിന് മുമ്പ് ഇതിനൊക്കെ ഒരു വൃത്തിയായ നാളെ മക്കൾ തമ്മിൽ അടികൂടണ്ടല്ലോ ഒക്കെ കൂടി പറഞ്ഞാൽ അത് വീതം വെക്കും.
മക്കൾക്ക് ഇളയ മോന് തറവാട്, മറ്റാക്ക് ഇത് ഒക്കെ സ്വത്തൊക്കെ വീതിച്ച് പല വഴിക്ക് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേരിൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ 55 ആകുമ്പോഴേക്ക് വീതം വെച്ച് എല്ലാവരും കൊണ്ടുപോയി ഉണ്ടാവും. അങ്ങനെ ആകുമ്പോഴേക്ക് ആരായുസ് തുടങ്ങി? കുരങ്ങിൻ്റെ ആയുസ് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ തറവാട്ടിൽ ഇങ്ങനെ ഒരാഴ്ച നിൽക്കുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അനിയൻ ചോദിക്കും, ഇളയ മോൻ ചോദിക്കും, അല്ല അപ്പ നിങ്ങൾ എൻ്റെ മാത്രം ഉപ്പയാ, നിങ്ങൾക്ക് എന്താ കുറച്ച് അപ്പുറത്ത് പോയി നിന്നാൽ പെങ്ങളെ വീട്ടിലേക്ക് തള്ളി. പെങ്ങളെ വീട്ടിൽ പോയിട്ട് ഒരു മാസം എന്താ ഡ്യൂട്ടി? വേറെ ഡ്യൂട്ടി ഒന്നുമില്ല. കയ്യിലുള്ള കുരങ്ങ് ചിരിപ്പിക്കണത് പോലെ മക്കളെ കുട്ടികളുണ്ടാവും, കുട്ടികളെ മോണ കാട്ടി ചിരിപ്പിക്കുക, കളിപ്പിക്കുക, വേറെ ഉത്തരവാദിത്വം ഒന്നുമില്ല. അതൊരു മാസം കഴിയുമ്പോഴേക്ക് മക്കൾ പറയും, നിങ്ങൾ എന്തായി മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്താ മറ്റോൻ്റെ അടുത്തുനിന്ന് പോയാൽ ഓനിക്കും ഇല്ല ഉത്തരവാദിത്വം, എനിക്ക് നോക്കാൻ പറ്റായിട്ടൊന്നുമല്ല. ഇതൊക്കെ പറയുമ്പോൾ സാധു വിചാരിക്കും വേണ്ട, കെട്ടും പെട്ടിയൊക്കെ എടുത്ത് വീണ്ടും അടുത്ത മോൻ്റെ അടുത്തേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി വരും. അവസാനം കറക്കം മടുക്കുമ്പോൾ വൃദ്ധസദനത്തിലേക്ക് ഒരൊറ്റ തട്ട്, അവിടെ ചെന്ന് തീരും. ഇങ്ങനെയാണ് നമ്മളെയൊക്കെ പുതിയ കാലത്തെ ചിത്രം. മുസ്ലിം കുടുംബങ്ങളിൽ പോലും ഇന്ന് നടക്കുന്ന ചിത്രം ഇതാണ്. ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്, ഭൗതിക സാഹചര്യങ്ങളുടെ ഒഴുക്കിലാണ് മനുഷ്യന്റെ സഞ്ചാരമെങ്കിൽ മനുഷ്യന്റെ 20 കൊല്ലമെന്ന ആയുസ് കഴിഞ്ഞാൽ പിന്നെ അവൻ കഴുതയാണ്, പിന്നെ അവൻ നായയാണ്, പിന്നെ അവൻ കുരങ്ങാണ്. ജീവിതത്തിന് ഒരു ദൗത്യവും നിർവഹിക്കാൻ കഴിയില്ല. ഇവിടെയാണ് ഇസ്ലാമിക ലോകം ഒരു ദൗത്യം ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഈ കാലഘട്ടം ഇങ്ങനെ തീർത്ത് കളയുന്നതിന് പകരം നീ കഴുതയുടെ ജീവിതത്തിന്റെ ഭാരം പേറുമ്പോഴും അതിലൊരു സുഖം വേണോ? എൻ്റെ ഭാര്യയെ പോറ്റുക, എൻ്റെ മക്കളെ പോറ്റുക, എൻ്റെ സമുദായത്തെ നാം സംരക്ഷിക്കുക, എൻ്റെ നാടിനെ സേവിക്കുക, അങ്ങനെ ആ ഭാരം ആഘോഷിക്കാൻ പറ്റണോ? ആ ഭാരം ആസ്വദിക്കാൻ പറ്റണോ? അതെനിക്ക് പടച്ചറബ് നൽകിയ ഏറ്റവും വലിയ തൗഫീഖാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതെൻ്റെ ജീവിത മാറ്റത്തിന്റെ കാരണമാക്കി മാറ്റാൻ ആർക്കാണ് സാധിക്കുക? അവിടെ കേവലം കഴുതയുടെ ഭാരമല്ല ഞാൻ പേറുന്നത്, അള്ളാഹു ഏൽപ്പിച്ച അപാരമായ ഉത്തരവാദിത്തങ്ങളുടെ നെറുകയിലേക്കാ ഞാൻ സഞ്ചരിക്കുന്നതെന്ന ബോധമുള്ള ഈമാൻ മനുഷ്യന് കിട്ടണം. 3 തലങ്ങളാ ഇസ്ലാമിക ലോകത്തുള്ളത്. ഒന്ന് ഇസ്ലാം, രണ്ടാമത്തത് ഈമാൻ, മൂന്നാമത്തത് ഇഹ്സാൻ. 3 തലങ്ങളിലൂടെയാണ് ഒരു വിശ്വാസി വളരേണ്ടത്. ആ വിശ്വാസി ഇന്നത്തെ കാലഘട്ടത്തിൽ 60% ആളുകളും വളരുന്നത് ഇസ്ലാമിക തലത്തിൽ മാത്രമാണ്. നിസ്കരിക്കാൻ അറിയാം, നോമ്പെടുക്കാൻ അറിയാം, കാനേഷുമാരി മുസ്ലിമാണ്, എണ്ണം വെച്ചാൽ നമ്മൾ മുസ്ലിമാണ്, പാസ്പോർട്ടിൽ നമ്മൾ മുസ്ലിമാണ്, റേഷൻ കാർഡിൽ നമ്മൾ മുസ്ലിമാണ്, അവിടെയൊക്കെ നമ്മൾ മുസ്ലിമാണ്. ആ മുസ്ലിം ആ 40% അല്ല 50% വരുന്ന ഒരു തലം മാത്രമാണ് ഇസ്ലാമിക തലം. ഇസ്ലാമിക തലം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അറിയാവുന്ന 5 നിർബന്ധ കാര്യങ്ങളെ പറ്റി ബോധമുള്ളവർ. ആ ബോധം എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ട്, ജന്മന ആ ഭാഗ്യം കിട്ടിയവരാ നമ്മൾ. രണ്ടാമത്തത് ഇസ്ലാമിന്റെ തലം കഴിഞ്ഞാലുള്ള ഈമാനിക തലം. ഈമാനിക തലം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അപ്പുറത്താണ്. നീ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമല്ല, പറയുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില വിശ്വാസങ്ങളാണ്. ഗൈബിലുള്ള വിശ്വാസം, മാലാഖമാരിലുള്ള വിശ്വാസം, പ്രവാചകനിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ആ ഭൗതിക തലത്തിൽ നിന്ന് കുറച്ചുകൂടി നീ ആഴത്തിലേക്ക് പോകുന്നു. അള്ളാഹുവിനെ ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു. മറ്റേത് ഞാൻ നിസ്കാരം ഞാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു. കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകും, വിശദീകരിക്കുന്നില്ല. ആ ഉള്ളിലേക്ക് പോകുമ്പോൾ വീണ്ടും ഉള്ളിലെത്തുമ്പോൾ യഥാർത്ഥ വിശ്വാസിയുടെ ആനന്ദം കണ്ടെത്തും. ആ ആനന്ദമാണ് ഇഹ്സാൻ. നമുക്കില്ലാതെ പോകുന്നത് ആ 3ാമത്തെ തലമാണ്. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നു. ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്കറിയില്ലേ? മൽ ഇസ്ലാം യാ റസൂലല്ലാ, വമൽ ഈമാൻ യാ റസൂലല്ലാ, വമൽ ഇഹ്സാൻ യാ റസൂലല്ലാ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, ഇസ്ലാം എന്താ? അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, ഈമാൻ എന്താ? അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, ഇഹ്സാൻ എന്താ? ആ ഇഹ്സാൻ എന്താ എന്ന ചോദ്യത്തിന് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിവചിക്കുന്ന വാക്കുകൾ നിങ്ങൾ നോക്കുക. അൻതഅബ്ദുല്ലാഹ കഅന്നക തറാ വഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാക്. നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്, അള്ളാഹുവിനെ ആരാധിക്കലാണ്. അൻതഅബ്ദുല്ലാഹ കഅന്നക തറാ, നീ അള്ളാഹുവിനെ കാണുന്നു എന്ന ബോധ്യത്തിൽ അള്ളാഹുവിനെ ആരാധിക്കലാണ്. അള്ളാഹു നിന്നെ കാണുന്നുവെന്ന ബോധ്യത്തിൽ, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും ശരി, നിനക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിലും അല്ല എന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ എൻ്റെ ജീവിതത്തെ അടുക്കും ചിട്ടയോടെ ക്രമപ്പെടുത്തലാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ആ ഇഹ്സാനിന്റെ തലത്തിലേക്ക് വിശ്വാസിക്ക് ഉയരാൻ പറ്റണം. ആ ഉയർച്ച കിട്ടുന്ന കാലത്തെ നമ്മൾക്കൊക്കെ മാനസിക വിശാലത കിട്ടൂ, നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തികൾ ആത്മാർത്ഥതയിലെത്തൂ. ആ കാലത്ത് മാത്രമേ യഥാർത്ഥത്തിലുള്ള നിസ്കാരവും നോമ്പും ഹജ്ജും സേവനവും സമൂഹത്തിൽ നിലനിർപ്പിക്കുന്ന സാഹചര്യം വരൂ. ആ ഇഹ്സാനാണ് പുതിയ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇഹ്സാനുള്ള വിശ്വാസി സമൂഹത്തിൽ ഏത് പ്രതിസന്ധികളെയും കോളിളക്കങ്ങളെയും നേരിടാൻ കഴിയും. ഇസ്ലാമുള്ള വിശ്വാസി ഇടക്കൊക്കെ പറയും, ഇങ്ങനെ അല്ലാതെ ഇസ്ലാം നോക്കിയാൽ ഇന്നത്തെ കാലത്ത് കല്യാണമൊന്നും നടത്താൻ കഴിയില്ല, ജീവിക്കാനൊന്നും പറ്റൂല. വല്ലാതെ ഈമാനെ നോക്കിയാൽ ഇന്നത്തെ കാലത്ത് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകൂല. എന്നാൽ ഇഹ്സാൻ നോക്കുന്ന ഒരാൾ പേടിക്കും, ഹൃദയം പറക്കും. വേണ്ടാത്തൊരു വിഷയങ്ങൾ വരുമ്പോൾ ഏറ്റെടുക്കൂല, അനുവദനീയമല്ലാത്തൊരു കാര്യം വരുമ്പോൾ തൊടൂല.
അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നോ എന്ന് പറയാനുള്ള മാനസികമായ ജാഗ്രത ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ആ ജാഗ്രതയാണ് ഇഹ്സാൻ എന്ന് പറയുന്ന തലം. ആ ജാഗ്രതയാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പിരിഞ്ഞു പോകേണ്ടവരാ നമ്മൾ. ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയം ഏതാണെന്ന് അറിയാത്തവർ. രണ്ട് ഡാഷുകൾ, രണ്ട് അക്കങ്ങൾക്കിടയിൽ ഒരു ഡാഷ് മാത്രമാ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും മനോഹരമായ, ഏറ്റവും ഹൃദ്യമായ ഈ കാലഘട്ടമില്ലേ, നമ്മൾ ആയുസ്സിന്റെ ചക്രങ്ങൾ തിങ്ങിത്തെറിഞ്ഞ് ജീവിച്ചു തീർക്കുന്ന ഒരു കാലം. ആ കാലം എന്ന് പറഞ്ഞാൽ ലൈഫ് ഇസ് എ ഡാഷ് ഇൻ ബിറ്റ്വീൻ 2 ഡിജിറ്റ്സ് എന്ന് പറയാറുണ്ട്. 2 ഡിജിറ്റുകൾക്കിടയിലുള്ള ഒരു ഡാഷ്. 1973 ജനിച്ച ഒരാൾ 2020 മരിക്കുമെന്നുള്ള 2 അക്കങ്ങളുടെ ഇടയിലുള്ള നടുവിൽ നമ്മൾ രണ്ടിനെ തമ്മിൽ വേർപ്പെടുത്താൻ വേണ്ടി ഇടുന്നൊരു വരയില്ലേ, ആ വര മാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. ആ വരയുടെ വലുപ്പം മാത്രമേ നമ്മുടെ ജീവിതത്തിനുള്ളൂ. ആ വര കാലഘട്ടങ്ങളോളം നിലനിൽക്കുന്ന ഒരു വരയാക്കി മാറ്റുക. ആ വര സമുദായത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വരയാക്കി മാറ്റുക. ആ വര ആളുകൾ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു വരയാക്കി മാറ്റുക. ആ വര ഈ സമൂഹത്തിനിടയിൽ മാതൃകയുള്ള ഏറ്റവും അഭിമാനകരമായ പ്രതീകമാക്കി മാറ്റിയെടുക്കാൻ കഴിയുക. ഒരു വാപ്പ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു മഹല്ല പ്രവർത്തകൻ എന്ന നിലയിൽ ആ ഡാഷിനെ ശക്തിപ്പെടുത്താനുള്ള പണിയാ എൻ്റെയും നിങ്ങളുടേതും. കാരണം എന്താ, ആദ്യത്തെ വർഷം എഴുതിയവന്റെ കരങ്ങളിലെല്ലാം രണ്ടാമത്തെ ഒരു വർഷം എഴുതും. പഴയ കാലത്തെ പള്ളികളിലെ മീസാനുകൾ, കല്ലുകളിലെല്ലാം കുറിച്ചു വെക്കുന്ന ഒരു രീതിയാണത്. ആദ്യത്തെ വർഷം എഴുതും, രണ്ടാമത്തെ വർഷം എഴുതും, ഇടയിലൊരു വരയിടും. ആ വര ഇട്ടിരിക്കുന്നു പടച്ചോൻ. ആ വരയുടെ ആയുസ്സിന്റെ ഔദാര്യത്തിന്റെ ചിറകിൽ ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഈ ഔദാര്യത്തിന്റെ ചിറകിൽ ജീവിക്കുമ്പോൾ ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ ആ ഡാഷ് കാലഘട്ടങ്ങളോളം ഓർമ്മിക്കപ്പെടുന്നതാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ പ്രായങ്ങളിൽ, നിങ്ങളുടെ അതേ അനുഭവങ്ങളിൽ, അതേ യോഗ്യതയിലുള്ള നാട്ടിൽ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്ക് അവകാശപ്പെടാനുള്ളതിനേക്കാൾ വലിയ സേവനം നിങ്ങൾക്ക് അവകാശപ്പെടാനുണ്ട്. അള്ളാഹുവിന്റെ മുന്നിലേക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയില്ലേ, റബ്ബേ, ഞാൻ ഈ മണലാരുണ്യത്തിൽ വെച്ച് എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും പിരിഞ്ഞ് കഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് എല്ലാം കൂടെ സഹിച്ച് ജീവിച്ചത് കൊണ്ട് എനിക്ക് ഫലമുണ്ട്. കാരണം പലരുടെയും കണ്ണീരൊപ്പാൻ എനിക്ക് കഴിഞ്ഞു, പല പാവങ്ങളുടെയും ജീവിതത്തിന്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു, പല സങ്കടങ്ങളെയും മാറ്റാൻ എനിക്ക് കഴിഞ്ഞു. നിങ്ങളുടെ ഡാഷ് ഭദ്രമാണ്. പക്ഷെ ആ ഡാഷ് സമൂഹത്തിന്റെ മുന്നിൽ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഒന്നായി മാറാൻ എന്തുണ്ട് വഴി എന്ന് ചിന്തിക്കൽ മാത്രമേ നമുക്കിന്ന് വേണ്ടൂ. അല്ലാതെ വേദനിക്കാനൊന്നുമില്ല. ഈ സമുദായം തകർന്നിട്ടില്ല, ഈ സമുദായം നശിച്ചിട്ടില്ല, ഈ സമുദായത്തിന്റെ പ്രതീക്ഷ തകർന്നിട്ടില്ല. അങ്ങനെ പറയുന്നതൊക്കെ വെറുതെയാ. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആഘോഷിച്ച് പറഞ്ഞു നടക്കുന്ന സംഗതി, സമുദായത്തിന് ഇനി പ്രതീക്ഷയില്ല, യുവാക്കൾ നശിച്ചു, സ്ത്രീകൾ നശിച്ചു, കുട്ടികൾ നശിച്ചു, എല്ലാവരും നശിച്ചു. ഇല്ല, കാലഘട്ടത്തിന്റെ തോതനുസരിച്ച് സ്വാഭാവികമായ നാശങ്ങളുണ്ട്. പക്ഷെ ആ നാശത്തിനനുസരിച്ച് പ്രതീക്ഷ നഷ്ടപ്പെടാൻ, നിരാശരാവാനുള്ള സാഹചര്യം മുസ്ലിമിനില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്നമൽ ഹയാത്ത് മാ ബൈനൽ ഖൗഫി വറജ, പേടി വേണം. പക്ഷെ പേടി മാത്രമാവരുത്, പ്രതീക്ഷ വേണം. ആ പ്രതീക്ഷ നിങ്ങൾക്കും എനിക്കും ഏറ്റെടുക്കാൻ കഴിയും. ഒറ്റ കാരണം മാത്ര, ഞാനിത് പറയുന്നത് വെറുതെയല്ല. നിങ്ങൾ മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാ, നിങ്ങൾ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാ, നിങ്ങൾ സംഘടനാ രംഗത്ത് അമരത്തിരിക്കുന്നവരാ, നിങ്ങൾ റിലീഫ് കൊടുക്കുന്നവരാ. നിങ്ങൾ ഒരു വേള ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഈ പണിയും ജീവിതവും ചുറ്റുപാടും വന്നപ്പോഴല്ലേ നാട്ടിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വില വന്നത്, കുടുംബത്തിൽ നിങ്ങളുടെ അംഗീകാരം, നിങ്ങളുടെ സംസാരത്തിന് അംഗീകാരം വന്നത്. അതുവരെ ഇല്ലാത്തൊരു അംഗീകാരം എവിടെ നിന്ന് കിട്ടി? അതുവരെ ഇല്ലാത്തൊരു വില എങ്ങനെ വന്നു? അതുവരെ ഇല്ലാത്തൊരു മാന്യത എങ്ങനെ വന്നു? അതുവരെ ഇല്ലാത്തൊരു സ്നേഹം എങ്ങനെ വന്നു? ഒറ്റ കാരണം, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന്റെ തോത് നിങ്ങളുടെ കയ്യിൽ കിട്ടി. ആ അനുഗ്രഹം വന്നപ്പോ അതിന്റെ മൂല്യം സമൂഹത്തിൽ മാറ്റമുണ്ടാക്കി. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഒരു പ്രസംഗം എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഏറ്റവും കോറായ ഈ അബുദാബിയിലെ നല്ല സാമൂഹിക രംഗത്തെ സജീവമായ മനസ്സുകളാ എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കുടുംബം, ആ കുടുംബത്തിൽ 4 മക്കളുണ്ടെന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കി. നിങ്ങൾ ഒരു കുടുംബത്തിൽ 4 മക്കളുണ്ട്. ഒരു വാപ്പക്ക് ആദ്യത്തെ മോന് ഗൾഫുകാരനാണ്, രണ്ടാമത്തെ മോന് ഒരു ഉദ്യോഗസ്ഥനാണ്, മൂന്നാമത്തെ മോന് ഒരു കച്ചവടക്കാരനാണ്, നാലാമത്തെ മോന് ഒരു കർഷകനാണ്. ഇങ്ങനെ 4 മക്കളുണ്ട്. ഒന്നാമത്തെ ആരാ? ഗൾഫ്. രണ്ടാമത്തത് ഉദ്യോഗസ്ഥൻ, ഇടയ്ക്ക് ഉറങ്ങിപ്പോണ്ടാന്നിരിച്ചില്ല. മൂന്നാമത്തത് കച്ചവടക്കാരൻ, നാലാമത്തത് കർഷകൻ. ഇങ്ങനെ 4 മക്കളുണ്ടെന്ന് സങ്കല്പിക്കുക. ആരാന്നൊന്നും വിചാരിക്കണ്ട, എൻ്റെ കുടുംബത്തിനെ പറ്റിയാ പറയാനുള്ള വേദാറൊന്നും വേണ്ട, വേറെ ആയിരിക്കും. ഇങ്ങനെ 4 മക്കളുണ്ട്. ഈ 4 മക്കളുള്ള കഥ മാത്രങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വീട്ടില് ഏറ്റവും കൂടുതൽ വില ആയിരിക്കും മക്കളെ കൂട്ടത്തിൽ? മക്കളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വില ആർക്കാ? നിങ്ങൾക്കറിയാലോ, ഗൾഫുകാരന്. അതൊരു പരസ്യമായ രഹസ്യമാണ്. രണ്ടാമത്തത്, ഇത് കഴിഞ്ഞാൽ പിന്നെ വില ആർക്കാ? ഉദ്യോഗസ്ഥന്. മൂന്നാമത്തത് കച്ചവടക്കാരന്. നാലാമത്തത്, ഞാനല്ലോ പറഞ്ഞത്, നിങ്ങളാണ്. ഇനി ഇവിടെ വന്ന് ഞാൻ പ്രസ്താവിച്ചെന്ന് പറയരുത്, നിങ്ങൾ ഇഞ്ഞാണ് പറഞ്ഞത്.
ഒന്നാമത്തെ ഗൾഫ്, രണ്ടാമത്തത് ഉദ്യോഗസ്ഥൻ, മൂന്നാമത്തത് കച്ചവടക്കാരൻ, നാലാമത്തത് കർഷകൻ. നിങ്ങൾക്കറിയാലോ, ഇത് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഒരു ഭാഗത്ത് വെക്കാം. എന്നാൽ ഈ വില മാറണ ഞാൻ കാണിച്ചു തരാം. മാറ്റം വരുന്നത്, നിങ്ങളെ വീട്ടിലൊരു കല്യാണം വന്നു, പെങ്ങളെ കല്യാണം അല്ല മോളെ കല്യാണം. ആ പെങ്ങളെ കല്യാണം വന്നപ്പോൾ വാപ്പന്റെ മുന്നിൽ ഈ ആലോചന വന്നാൽ, ഉമ്മന്റെ മുന്നിൽ ഈ ആലോചന വന്നാൽ, ആദ്യം ആരോട് ചോദിക്കട്ടെ എന്നാ പറയാ? ചർച്ചയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആരോട് ഒന്ന് ചോദിച്ചിട്ട് പറയാൻ. ആരോടാ പറയാ? കർഷകൻ, കച്ചവടക്കാരൻ, ഉദ്യോഗസ്ഥൻ, ആരാ? ഗൾഫുകാരൻ. നിങ്ങൾക്കൊരു മിസ് കോൾ ഇടും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, അല്ല മോനെ ഒരു ആലോചന വന്നിട്ടുണ്ട്, എന്താ കഥ? നിങ്ങൾ പറയണം, ഉമ്മ നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും ആക്കാം എന്ന് പറഞ്ഞൊരു സിഗ്നൽ കിട്ടിയാലാണ് പിറ്റേന്ന് മുതൽ ആലോചന തുടങ്ങുക. കാരണം എന്താ? ആ കല്യാണത്തിന് കാര്യമായിട്ട് ഇറങ്ങേണ്ട സംഗതി ആരെടുത്തുനിന്നേ ഇറങ്ങുള്ളൂ? നിങ്ങളെടുത്തുനിന്ന് ഇറങ്ങുള്ളൂ. ആ ഇറങ്ങുന്ന ഉറപ്പ് വരുത്തിയിട്ടേ ഒരു മുന്നോട്ട് പോകും. അപ്പൊ നിങ്ങൾ ഉറപ്പ് കൊടുത്തു, സിഗ്നൽ കൊടുത്തു, റെഡി, മുന്നോട്ട് പോവാം. അവിടെ നിങ്ങൾ വെക്കണം. രണ്ടാമത്തത്, എന്നിട്ട് ഇത് കല്യാണം അങ്ങോട്ട് പൈസ കൊടുത്തു, ധാരണയായി, തീരുമാനം, കല്യാണത്തുമായി ആലോചനയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ പണി ആലോചനയാണ്, ചർച്ചകളാണ്. അപ്പൊ ഈ കുടുംബത്തിൽ നിന്ന് കുറച്ച് കാര്യപ്പെട്ട ആൾക്കാർ ആ കുടുംബത്തിൽ പോകണം, എന്നിട്ട് ചർച്ച ചെയ്യണം, എന്നിട്ട് ഇതിനൊക്കെ തീരുമാനമാക്കണം, എന്താ കൊടുക്കേണ്ട വാങ്ങേണ്ടെന്നൊക്കെ ധാരണയാക്കണം, എങ്ങനെ ചടങ്ങ് എന്നൊക്കെ ധാരണയാക്കണം. ഈ ഒരു അന്തസ്സുള്ളൊരു ചർച്ച നടത്തണം. ആ ചർച്ചക്ക് 4 മക്കളെ കൂട്ടത്തിൽ വാപ്പയും ഉമ്മയും കാരണവന്മാരൊക്കെ ആരെ വിടുക? നിങ്ങൾ ലീവിന് നാട്ടിലുണ്ടെന്ന് വിചാരിച്ചോളി. നിങ്ങൾ ലീവിന് നാട്ടിലുണ്ട്, ഇപ്പൊ മോൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊന്നും പോകണ്ട, ആര് പോയിക്കോളൂ? മാഷ് പോവും, ഡോക്ടർ പോവും, എഞ്ചിനീയർ പോവും, സർക്കാർ ഉദ്യോഗസ്ഥൻ. കാരണം എന്താ? നിങ്ങൾ പോയിട്ട് എന്തെല്ലാം പറയാന്നുള്ളതിനെ പറ്റി യാതൊരു നിശ്ചയവും ഇല്ല. ഞങ്ങളെ പറ്റിയല്ല പറയുന്നത്, വേറെ നാട്ടിലെ ഗൾഫുകാരെ പറ്റി. അപ്പൊ ഈ ആളുകൾ പോയാൽ എന്താവും എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പൊ എന്ത് ചെയ്യും? അവരാരും റിസ്കിന് നിൽക്കില്ല. സംഗതി പൈസകൾ എടുത്തിട്ടുണ്ട്, പക്ഷെ വർത്താനം കിട്ടുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് ആരെ വിടും? കാരണം എന്താ? കുടുംബത്തിനൊരു തറവാടിത്തം വരും. അത് പറഞ്ഞിട്ടാ, മാഷാണ് ഒരാങ്ങള, എഞ്ചിനീയർ ആണ് ഒരാങ്ങള, ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് പറയുമ്പോൾ ആ ആലോചനക്ക് ഒരു ഗാംഭീര്യം വന്ന് 2 ഐഡങ്ങൾ ഔട്ടായേ, മറ്റാൾ പൊന്തി. ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ അയാൾ പോയി കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു, കല്യാണം തീരുമാനമായി കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജ്, കല്യാണത്തോടനുബന്ധിച്ചുള്ള 2 മാസം ഒരുപാട് പണികൾ ഉണ്ടാവും ഇല്ലേ? വീട് പണി, ആ കാര്യങ്ങൾ ഒരുക്കാനുള്ള പണി, പലരെയും ക്ഷണിക്കാനുള്ള പണി, പലതും ഏൽപ്പിക്കണം, പന്തലേൽപ്പിക്കണം, ഭക്ഷണത്തിന് ഏൽപ്പിക്കണം, സാധനങ്ങൾ വാങ്ങണം, ഒരു പൊന്ന് വാങ്ങണം, ഒരുപാട് പണിയുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നല്ല നിലക്ക് പ്ലാൻ ചെയ്ത് ആലോചിച്ചും കണ്ടും ചെയ്തില്ലെങ്കിൽ നമ്മളെ ആധാരം കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയിലെത്തിപ്പോവും. അപ്പൊ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പൈസ ഉള്ള നിങ്ങൾ ഏൽപ്പിക്കോ, ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കോ, അല്ല വേറെ ആരെങ്കിലും ഏൽപ്പിക്കോ? കച്ചവടക്കാരനെ ഏൽപ്പിക്കും. നിങ്ങൾ പറയാണ് പന്തലിന് ഞാൻ ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താ ഒരു പറയാ? എനിക്ക് എന്ത് കണ്ടിട്ടാ? അതൊക്കെ ചെയ്യേണ്ടല്ലോ ചെയ്തോളൂ, ഇനി എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുത്താൽ മതി. പന്തൽ ഓലേൽപ്പിക്കും, സാധനത്തിന് ഓലേൽപ്പിക്കും, കല്യാണത്തിന്റെ പണിക്കാരെ വരെ വിളിക്കും, ഒക്കെ കച്ചവടക്കാരൻ കൈകാര്യം ചെയ്യും. അപ്പൊ മൂന്നാമത്തെ റോള് കച്ചവടക്കാരന് കിട്ടി. നാലാമത്തെ നോക്കുക, അങ്ങനെ കച്ചവടക്കാരന് ഓർഡർ ചെയ്ത സംഗതികളൊക്കെ വന്നു. കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പ് പോത്ത് വന്നു, സാധനം വന്നു, പണിക്കാർ വന്നു, പന്തലുകാർ വന്നു. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് തോർത്തുമുണ്ട് എടുത്തിട്ട് 2 ആൾ ഒപ്പരം നടക്കണം. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് വേണ്ടതൊക്കെ സൗകര്യങ്ങളൊക്കെ, പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. നിങ്ങൾ മുണ്ടും മടക്കുത്തിങ് ഇറങ്ങിയാൽ ഉമ്മ അന്നേരം പറയും, വേണ്ട, എനിക്ക് അതിനൊന്നും ആവില്ല, ഇങ്ങനെ മാറിയെന്നോ. ഉദ്യോഗസ്ഥൻ വന്നാലും പറയും, നീയോ അത് നോക്കണ്ട. കച്ചവടക്കാരൻ വന്നവർ, നീയോ അത് നോക്കണ്ട. ആരെ തലയിൽ അത് വീഴും? കർഷകനായ സാധു മോന്റെ തലയിൽ വീഴും. കാരണം മൂപ്പരെ ഭാഗധേയം അതാണ് ഒരു കല്യാണത്തിൽ. നിങ്ങൾ നോക്കുക, സ്വന്തം. എന്നാലോ ഈ 4 മക്കളുടെയും കാലിന് മുറിവ് പറ്റിയാൽ ഉമ്മയുടെ കരച്ചിൽ ഒന്നാണ്. ഈ 4 മക്കൾ മരിച്ചാലും മാതാപിതാക്കളുടെ വേദന ഒന്നാണ്. എൻ്റെ ഒരു കുട്ടി പോയി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ജീവിക്കുന്ന കാലത്ത് 4 മക്കൾക്ക് 4 വിലയാണ്. എന്താ അതിന്റെ കാരണം? കോൺട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിലെ ഒരാൾക്ക് വില ഉണ്ടാവും. നിങ്ങൾ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനാണ് നിങ്ങൾക്ക് വില. ഗൾഫുകാരൻ എന്തുകൊണ്ടാ വില? നിങ്ങൾ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അത് വേറെ ആളെടുത്തില്ല. ഉദ്യോഗസ്ഥൻ എന്താ വില? അയാൾ യോഗ്യത കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്താ കച്ചവടക്കാരന് വില? അയാൾ പ്ലാനിങ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്താ കർഷകന്? അധ്വാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ 4 തരത്തിലുള്ള യോഗ്യത ആയതുകൊണ്ട് ആ യോഗ്യതയുള്ള കാലത്തോളം കുടുംബങ്ങൾ പോവും. അതിനനുസരിച്ച് ചിലർക്ക് വില കൂടും, ചിലർക്ക് വില കുറയും. അതിനെപ്പറ്റി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ദാലിക ഫദ്ലുല്ലാഹി യുതി മയ്യശാ, അത് അല്ലാഹു കൊടുക്കുന്ന സൗഭാഗ്യമാണ് ഓരോരുത്തർക്ക്. ആ സൗഭാഗ്യങ്ങൾ മനുഷ്യരുടെ. നിങ്ങൾ നോക്കുക, ഇതൊരു കുടുംബത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ സമൂഹത്തിലെ അവസ്ഥ എന്താ? ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ ഒരു സ്വാഗത പ്രഭാഷകൻ പ്രസംഗിക്കുകയാണ്. ഒരാളെ പരിചയപ്പെടുത്തും പറഞ്ഞു, നമ്മളെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരാളാണ്, ഇപ്പോൾ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. ഈ അടുത്ത കാലത്തായി നമ്മളെ നാട്ടിൽ നമ്മളെ എല്ലാ അർത്ഥത്തിലും ഭയങ്കര ബഹുമാനപ്പെട്ട ഒരു വ്യക്തിയാണ്. പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇപ്പം നമുക്ക് വളരെ കാര്യപ്പെട്ട ഒരാളാണ്.
ഇതൊക്കെ ഇയാളെ മുമ്പ് തന്നെയാണ് പറയണത്. എനിക്കതൊരു വല്ലാത്ത അസുഖം. കാരണം ഒരു മനുഷ്യനെ ഇരുത്തിയിട്ടാണല്ലോ പടച്ചറപ്പം ഇങ്ങനെ പറയണമെന്ന് കണ്ടപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഇപ്പം കാര്യപ്പെട്ട ആളെന്ന് പറഞ്ഞു. പണ്ട് അയാൾ 5 പൈസ കൊറ്റില്ല, ഇപ്പം കുറച്ച് എന്തൊക്കെയോ കച്ചവടം ചെയ്ത് ഗൾഫിലെല്ലാം പോയി പൈസയായി. ഇപ്പം അയാൾ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഇങ്ങനെ എന്നാ നിങ്ങൾ ഉറപ്പിച്ചു വെക്കുക, ആ കോൺട്രിബ്യൂഷൻ എന്നങ്ങ് കുറഞ്ഞാൽ നിങ്ങളടുത്ത് നിങ്ങളൊരു വെറുതെ ഒരു വിവരം കൊടുത്തു നോക്കി, നാട്ടിൽ ഇവിടെ നല്ല സാമ്പത്തിക മാന്ദ്യമാണ്, കാര്യമായിട്ടൊന്നുമില്ല, ഇമ്മാസം ഒന്നും പ്രതീക്ഷിക്കണ്ട എന്ന് വീട്ടിലൊന്ന് പറഞ്ഞു നോക്കി, ഫോണ് വിളിയിലെ ചിരിയെല്ലാം കുറയും. സന്തോഷം. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഗൾഫിൽ നിന്നൊക്കെ നാട്ടുകാർ എല്ലാ ആളുകളും, അത് ഞാൻ പാകിസ്ഥാൻകാരോട് ചോദിച്ചാലും ബംഗ്ലാദേശുകാരോട് ചോദിച്ചാലും ഫിലിപ്പീനുകളോട് ചോദിച്ചാലും കേരളക്കാരോട് ചോദിച്ചാലും ഏത് രാഷ്ട്രക്കാരോട് സംസാരിക്കും, എല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്. ഗൾഫിലേക്ക് വന്ന് തിരിച്ചു പോയി എയർപോർട്ടിൽ ഇറങ്ങി എല്ലാവരും അങ്ങോട്ട് പുറത്തിറങ്ങി സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മൻ തന്നാൽ രണ്ടാമത് ചോദിക്കണ ചോദ്യം എന്താ? നിങ്ങളപ്പ തിരിച്ചു പോവാ. തിരിച്ചു പോണത് എപ്പാന്ന് ചോദിച്ചിട്ടേ ഓലി ബാക്കി വർത്താനം ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയും ഇൻഷാല്ലാ 2 മാസം ലീവുള്ളൂ വേഗം പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഓലിക്ക് സമാധാനമാണ്. അപ്പൊ നിങ്ങൾ പറയാണ് ദുബൈ അബുദാബി ഒക്കെ പോയി, കച്ചവടമൊക്കെ പോയി, ഇനി അങ്ങോട്ടില്ല, തൽക്കാലം ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അന്ന് വീട്ടിലേക്കുള്ള യാത്ര? ഒരു മരണ വീട് പോലെ ഉണ്ട്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടൂല. ഇടക്കിടക്ക് ഉപ്പ തല ഉയർത്തി എല്ലാം മോനെ ശരിക്കും ഞാൻ ആലോചിച്ചിട്ട് തന്നെയാ ഇതല്ലാത്ത വേറൊരു വർത്താനം ഉണ്ടാവില്ല. കാരണം എന്താ? ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ കൊടുക്കുന്നതിനെ അവർ ആഘോഷിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട സംഗതിയാ. ഞാൻ എപ്പോഴും പറയുന്നത്, ഗൾഫുകാർക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയാത്തതിന്റെ കാരണം എന്താ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പ്രാരാബ്ദാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പൊ ഇവിടുത്തെ അദ്ദേഹം പറഞ്ഞു 973 വന്നതാണ്, ഇപ്പോഴാണ് പോണതെന്ന്. ഇത് 15-20 നിങ്ങളൊക്കെ വന്നത് എങ്ങനെയാ? 2 കൊല്ലം പോയിട്ട് അവിടെ നിൽക്കണം, എന്നിട്ട് അത്യാവശ്യത്തിനുള്ള ആയ ഞാനിങ്ങ് തിരിച്ചു വരും. ആ 2 4 ആയി, 4 6 ആയി, 6 8 ആയി, 10 ആയി. ഇപ്പോഴും പറയണത് എന്താ? ലീവ് കഴിഞ്ഞ് പോരുമ്പോ ഒരു 2 കൊല്ലം കൂടെ. ഇങ്ങനെ തീരുമാനിച്ചത് 15-20 ഒക്കെ ആയി അങ്ങനെ മുന്നോട്ട് പോയി ചെയ്യാം. അങ്ങനെ തീർന്നു പോകണം. എന്താ നിങ്ങൾക്ക് പോകാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? നിങ്ങൾ ഒറ്റ കാരണം ഞാൻ പലപ്പോഴും പല സങ്കടവും പലരും എന്നോട് പറയും, നിങ്ങൾ ദ്വാരക്കണം, എങ്ങനെയെങ്കിലും നാട്ടിൽ സെറ്റിൽ ആവണം, നാട്ടിലേക്ക് പോകണം, ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞു പലപ്പോഴും. പക്ഷെ ആർക്കും നാട്ടിലേക്ക് സെറ്റിൽ ആവാൻ പറ്റാറില്ല. നാട്ടിലേക്ക് സെറ്റിൽ ആവാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്താ? ഇതൊക്കെ ഒന്ന് അവസാനിച്ചിട്ട് നാട്ടിലേക്ക് പോകണം. നിങ്ങൾ അള്ളാഹിനോട് ദ്വാരക്കണത് എന്താ? തൽക്കാലം ഇതൊക്കെ ഇവിടുന്ന് ഒരു അത്യാവശ്യം ഒരു വരുമാനമൊക്കെ ആക്കിയിട്ട് നാട്ടിലേക്ക് പോകണം. നിങ്ങൾ അള്ളാഹുവിനോട് സുബൈക്ക് എണീറ്റ് കൈ നിരത്തി ദ്വാരുന്നു എന്ന് വിചാരിക്കാം, നാട്ടിലേക്ക് പോകണം. ആ ദ്വാ നിങ്ങൾ കൊടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് എത്ര ആളാ ദ്വാരക്കണത്? വീട്ടിൽ നിന്ന് എത്ര ആളാ? വീട്ടിൽ 2 മക്കളും ഉപ്പയും ഉമ്മയും. ഒരു ദ്വാന്റെ ഇജാബത്ത് കിട്ടാനുള്ള എല്ലാ വകുപ്പും അവിടെ ഉണ്ടാവും. മക്കളുണ്ട്, പ്രായമായവരുണ്ട്, സ്ത്രീകളുണ്ട്, മുതിർന്നവരുണ്ട്. എല്ലാവരും കൂടെ കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്ന പടച്ചനെ മൂപ്പര് അബുദാബി തന്നെ ആക്കി റബ്ബ്. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പോകാൻ നടക്കണമെങ്കിൽ ഓല 4 ആളെ കൈ താഴണം. ആ 4 ആളെ കൈ താഴണമെങ്കിലോ 2 വകുപ്പേ ഉള്ളൂ. ഒന്നുങ്ങൾ ഉണ്ടാക്കി സമ്പാദ്യങ്ങൾ കൂടിയിട്ട് മതി എന്ന് പറയണം. ഇനി അല്ലെങ്കിലോ സൗദിയിലെ നിത്താക്കാത്ത പോലത്തെ ഒരു പ്രശ്നം പടന്നു, ഇനിയൊന്നും കിട്ടൂല എന്ന് ഉറപ്പിച്ചാൽ പറയും വെറുതെ അവിടെ നിൽക്കണ്ടെങ്കിൽ പോരി എന്ന് പറയുന്ന ഒരവസ്ഥ വരണം. അതുകൊണ്ട് പ്രവാസ ജീവിതത്തെ പഴിച്ചിട്ട് കാര്യമില്ല. പ്രവാസ ജീവിതത്തിന് ചില പച്ചത്തുരുത്തുകളുണ്ട്. ആ പച്ചത്തുരുത്താണ് നിങ്ങൾ ഈ പറയുന്ന ഈ സാമൂഹ്യ പ്രവർത്തനവും സാമൂഹ്യ ബോധവും ഈ കൂട്ടായ്മയും ഇടപെടലുകൾ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ കൊടുക്കുക. ആ കോൺട്രിബ്യൂഷനോ വെറുതെ കൊടുത്താൽ പോരെ. വെറുതെ നാണയത്തുട്ടുകൾ എറിഞ്ഞാൽ ആ വില കിട്ടൂല. നിങ്ങൾ ഈ നാണയത്തുട്ടുകൾ യോഗ്യതയാക്കി മാറ്റാൻ പറ്റണം. നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് നിങ്ങളുടെ പ്രദേശത്ത് വിലയുണ്ടാവണം. നിങ്ങൾ കൊടുക്കുന്ന അധ്വാനങ്ങൾക്ക്, സേവനങ്ങൾക്ക്, സഹായങ്ങൾക്ക്, കൊടുക്കുന്ന റിലീഫുകൾക്ക് സമുദായത്തെ ചലിപ്പിക്കാനുള്ള ആയുധമായി മാറ്റാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിയണം. ഇന്നത് സാധിക്കുന്നില്ല. ഇന്ന് കേവലം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് വാരിക്കോരി നിങ്ങളെ മുന്നിൽ വന്ന് പറഞ്ഞത് കിട്ടിക്കോ പോകുന്ന പണം മാത്രം. അങ്ങനെ പണമായി കഴിഞ്ഞാൽ സമുദായം മാറൂല. സമുദായത്തിന്റെ മഹലുകൾ മാറണോ? സമുദായത്തിന്റെ സംഘടനകൾ മാറണോ? സമുദായത്തിന്റെ സ്ഥാപനങ്ങൾ മെച്ചപ്പെടണോ? നിങ്ങൾ കൊടുക്കുന്നത് 1 രൂപയാണെങ്കിലും ആ 1 രൂപന്റെ ഉത്തരവാദിത്വം കൂടി പ്രവാസി കാണിക്കാൻ തയ്യാറാവണം. ആ ഉത്തരവാദിത്വം കാണിക്കുന്നിടത്തേക്ക് നമ്മൾ വളരണം. എന്തിനാ നമ്മൾ ചെലവഴിക്കുന്നത്? മുമ്പും പിമ്പും. ഇസ്ലാമിൽ അങ്ങനെയേ ഉള്ളൂ. ഇസ്ലാം എന്തിനാ സക്കാത്ത് കൊടുക്കുമ്പോൾ പോലും അവകാശികളെ പറ്റി പഠിക്കണമെന്ന് പഠിപ്പിച്ചത്? ഇസ്ലാമിൽ എന്തിനാ സക്കാത്ത് കൊടുക്കുമ്പോൾ പോലും ആർക്കാ കൊടുക്കുന്നതെന്ന് ചിന്തിക്കണമെന്ന് പഠിപ്പിച്ചത്? ഒരൊറ്റ കാരണേ ഉള്ളൂ, കൊടുക്കുന്നവന്റെ ഹിസ്റ്ററി, കൊടുക്കുന്നവന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചേ പറ്റൂ. കൊടുക്കുന്നവനെ പറ്റി ചിന്തിച്ചേ പറ്റൂ. ഇതിന്റെ ഗുണമെത്തുവോ എന്ന് ചിന്തിച്ചേ പറ്റൂ. ആ ഗുണമെത്തിക്കാനുള്ള ഉത്തരവാദിത്തം എത്രയോ നല്ല പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നില്ലേ? എത്രയോ നല്ല കൂട്ടായ്മകൾ നിങ്ങളുള്ളത് കൊണ്ട് രൂപപ്പെട്ടില്ലേ?
എത്രയോ ആയിരക്കണക്കിന് മക്കള് നിങ്ങളെപ്പോലെയുള്ളവരുടെ ഹൃദയത്തിന്റെ വലിയ മനസ്സുകൊണ്ട്, ആ വലിയ വിശാലത കൊണ്ട് നാട്ടിൽ വളർന്നു പന്തലിച്ച് സമുദായത്തിന്റെ മുന്നിൽ നിന്നില്ലേ? ഞാൻ നിങ്ങളെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് അതുപോലെ ഒരു സ്ഥാപനത്തിൽ പഠിച്ചിട്ടാണ്. വയനാട് മുസ്ലിം യത്തീംഖാന എന്ന് പറയുന്ന, നിങ്ങളൊക്കെ സ്നേഹിക്കുന്ന സ്ഥാപനത്തിന്റെ ഇമാം ഗസാലി അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ പഠിച്ചു വളർന്ന ഒരാളാണ്. 10 വർഷക്കാലത്തോളം 5ാം ക്ലാസ് മുതൽ പഠിച്ച ഒരാളാണ്. നിങ്ങൾ ഈ സ്ഥാപനവും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യവും നിങ്ങളെപ്പോലെയുള്ള വലിയ മനസ്സുള്ള ആളുകൾ വളർത്തിയില്ലായിരുന്നുവെങ്കിൽ, ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാധ്യത എൻ്റെ മുന്നിലില്ലായിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു കടയിലെ ജോലിക്കാരനായി തീർന്നു പോകുമായിരുന്നു എൻ്റെ ആയുസ്. അങ്ങനെ തീർന്നു പോകുമായിരുന്നു. കാരണം പറയാൻ മാത്രമുള്ള വിദ്യാഭ്യാസമോ സാഹചര്യമോ ചുറ്റുപാടോ എൻ്റെ കുടുംബത്തിനില്ല. അവിടെയാണ് എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ നാണയത്തുട്ടുകൾ തലമുറകളെ നിർമ്മിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഒരു സമുദായത്തെ ചലിപ്പിക്കുന്നുണ്ട് എന്ന് പറയാൻ കാരണം. നിങ്ങളുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ ഇങ്ങനെ കേരളത്തിന്റെ പല ജില്ലകളിലും ആയിരക്കണക്കിന് പ്രസ്ഥാനങ്ങളെ വളർത്തുന്നുണ്ട്. ഇതൊരു ഭാഗം. രണ്ടാമത്തതോ, അത് മാത്രം പോരാ. ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഈ തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ വേണ്ടി, രോഗികളുടെ വിഷമങ്ങൾ മാറാൻ വേണ്ടി, ആ അസ്വസ്ഥത അനുഭവിക്കുന്നവരുടെ ആവലാദികളും വേവലാദികളും തീരാൻ വേണ്ടി പണിയെടുക്കുന്ന പ്രവാസികളായ ഞാനും നിങ്ങളും ഇനി ഈ പുതിയ കാലഘട്ടത്തിൽ വേണ്ടത് ഉത്തരവാദിത്ത ബോധമാണ്. ആ ഉത്തരവാദിത്ത ബോധം എന്താ? കാലഘട്ടത്തിന്റെ പ്രയോറിറ്റി നിശ്ചയിക്കാൻ പറ്റണം. ഈ കാലത്തിന് വേണ്ടത് എന്താ എന്ന് നിശ്ചയിക്കാൻ പറ്റണം. ഈ കാലഘട്ടത്തിന് ഇനി വേണ്ടത് എന്താ എന്ന് ആലോചിക്കാൻ പറ്റണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓരോ മേഖലകളിലെ പ്രശ്നങ്ങൾ മാത്രം നിങ്ങൾ എടുത്തോ, ഓരോ മേഖലയിലെ സാഹചര്യങ്ങൾ മാത്രം എടുത്തോ. ഞാൻ നമ്മൾ ഇടപെടേണ്ട ചില സൂചകങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. ഒന്ന്, വിദ്യാഭ്യാസ രംഗം. നമ്മളൊക്കെ പണ്ട് കാലഘട്ടങ്ങളിൽ ശീലിച്ചത്, നമ്മളെ പൂർവികരായ ആളുകളൊക്കെ വളർത്തിയുണ്ടാക്കിയത് സ്ഥാപനങ്ങളാണ്. സ്കൂളുകൾ വന്നു, കോളേജുകൾ വന്നു, മനോഹരമായ അറബിക് കോളേജുകൾ വന്നു, ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ, പോളിടെക്നിക്കുകൾ വന്നു, പ്രൊഫഷണൽ കോളേജുകളിൽ വന്നു, എല്ലാം വന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ഥാപനമല്ല ഇനി വേണ്ടത്, സ്ഥാപനങ്ങളല്ല നമ്മുടെ നാട്ടിൽ ഇനി വേണ്ടത്. മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനങ്ങൾക്ക് ഒരു കുറവുമില്ല. പക്ഷെ വേണ്ടത് സ്ഥാപനങ്ങളിലേക്കുള്ള നമ്പർ ഓഫ് എൻറോളിംഗ് ഓഫ് ദി സ്റ്റുഡൻസ്, കുട്ടികളുടെ ആ സ്ഥാപനങ്ങളിലേക്കുള്ള വരവ് ഒരു ചർച്ചയാകേണ്ട കാലമായിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ പങ്കാളിത്തം കുറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ? വലിയ വലിയ മനോഹരമായ കെട്ടിടങ്ങൾ ഉണ്ടാക്കി ആ കെട്ടിടങ്ങളിൽ പഠിക്കാൻ കുട്ടികളില്ല. മനോഹരമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ആ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള വിശാലത, ഉപയോഗപ്പെടുത്താനുള്ള ജാഗ്രത നമ്മുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന പ്രശ്നത്തിനാണ് നമ്മൾ പരിഹാരം ഉണ്ടാക്കേണ്ടത്. ഒരൊറ്റ വിഷയം മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 10 കൊല്ലം മുമ്പ് നമ്മുടെ നാട് അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമായിരുന്നു, ഗേൾസ് എഡ്യൂക്കേഷൻ. പെൺകുട്ടികൾ ആരും പഠിക്കുന്നില്ല, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല, പെൺകുട്ടികൾക്ക് നിലവാരമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ സച്ചാർ റിപ്പോർട്ട് വന്നു. സച്ചാർ റിപ്പോർട്ട് വന്നപ്പോ ലോകത്തിന് മുന്നിൽ മുഴുവൻ പ്രഖ്യാപിച്ച യാഥാർത്ഥ്യം എന്താ? സച്ചാർ റിപ്പോർട്ട് എന്താ പുറത്തുവിട്ടത്? കേരളത്തെ മാതൃകയാക്കി പറഞ്ഞ ഒരു വിഷയത്തിൽ. ഏതാ വിഷയം എന്നറിയോ? ഗേൾസ് എഡ്യൂക്കേഷൻ റേറ്റ്. ലോകത്ത് തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് ഗേൾസ് എഡ്യൂക്കേഷൻ റേറ്റ് ഉള്ള സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അങ്ങനെ ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ വന്നു. ഇന്ന് പ്രൊഫഷണൽ കോളേജുകളും പോളിടെക്നിക്കുകളും മാറ്റിവെച്ചാൽ എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെയും ചിത്രം എന്താണെന്ന് നിങ്ങൾ 70% 80% അവിടെ പഠിക്കുന്നത് പെൺകുട്ടികളാണ്. ഏതാണ്ടൊക്കെ വനിതാ കോളേജുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും. വനിതാ കോളേജിന്റെ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികളില്ല. ഞാൻ ഫറൂഖ് കോളേജിൽ പഠിച്ചു വന്ന ഒരാളാണ്. ഫറൂഖ് കോളേജിൽ പഠിക്കുമ്പോൾ 2009-11 കാലത്തൊക്കെ പഠിക്കുമ്പോൾ 2200ഓളം കുട്ടികളുള്ളതിൽ 1700 പെൺകുട്ടികളാണ്. ഇപ്പൊ അതിന്റെ റേഷ്യോ കൂടുകയാണ്. എല്ലാ സ്ഥാപനത്തിലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം കൂടി. എവിടെയായി ആൺകുട്ടികൾ പോണത്? ഞാൻ പറയുന്നു, ഇതുപോലത്തെ ഒരു സരസിൽ നിങ്ങൾ ഇടപെടുന്നു എന്നതുകൊണ്ട് മാത്രം പറയുന്നു. നമ്മുടെ പ്രദേശങ്ങളിൽ അടുത്ത 5 കൊല്ലം കൊണ്ട് ഈ സമുദായം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബിഗ് വേസ്റ്റ്, ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ നാട്ടിലെ ആൺകുട്ടികളായിരിക്കും. ആരും പഠിക്കുന്നില്ല, ആരും വിദ്യാഭ്യാസത്തിന്റെ നിലയിലേക്ക് പോകുന്നില്ല. +2-വിനപ്പുറം യോഗ്യതയുള്ള ആൺകുട്ടികളില്ല നമ്മുടെ നാട്ടിൽ. ഞാനെടുത്ത് ഒരു മലപ്പുറത്തൊരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ ആവേശത്തോടെ വെറുതെ ചോദിച്ചു ഒരു കുട്ടീനോട്, ഇങ്ങനെ എന്താ വെറുതെ തുടങ്ങാൻ വേണ്ടി ചോദിച്ചു, വാട്ട് യു വാണ്ട് ടു ബി ആഫ്റ്റർ യുവർ +2, എന്താ ആവേണ്ടതെന്ന് വെറുതെ ചോദിച്ചു. +2-ന് ശേഷം ഈ കുട്ടി മുന്നത്തെ ബെഞ്ചിലിരുന്ന് എന്നെ നോക്കി ഇങ്ങനെ വല്ലാതെ ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഇവനോട് ചോദിച്ചത്. ഇവൻ ഉടനെ മൈക്ക് എടുത്തിട്ട് ഉടനെ പറഞ്ഞു, എനിക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല, തൽക്കാലം ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി, തൽക്കാലം ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി. ഞാൻ ചോദിച്ചല്ല, ഇതെന്താ ഇങ്ങനെ ഒരു മുഖത്തടിച്ച പോലത്തെ ഒരു മറുപടിയാണ് തരുന്നത്? ഉടനെ ഞാൻ എൻ്റെ കൊണ്ടുപോയ പ്രിൻസിപ്പളെ തോണ്ടിയിട്ട് ചോദിച്ചു, അല്ല മുന്നിലെ ബെഞ്ചിലിരിക്കണോൻ്റെ കഥ ഇതാണെങ്കിൽ ബേക്കിലിരിക്കണോൻ്റെ കഥ എന്തായിരിക്കും എന്നുള്ള ബേജാറിലാണ്. മാഷ് പറഞ്ഞു, നോ, ഹീസ് ആൻ എബോവ് ആവറേജ് കാൻഡിഡേറ്റ്. നല്ല വിവരമുള്ള കുട്ടിയാണ്. എന്തോ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല, നല്ല വിവരമുള്ള കുട്ടിയാണ്.
അപ്പം എനിക്ക് കൗതുകമായി. ഇവനോട് ചോദിച്ചു, അല്ല സുഹൃത്തെ, നീ എന്താണ് അങ്ങനെ പറയാൻ കാരണം? നിനക്ക് പഠിച്ചിട്ട് നല്ല നിലയിൽ എത്തണ്ടേ? +2 കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതിയോ? ഇത് തീർന്നാൽ മതിയോ? ഉടനെ പറഞ്ഞു, ആ +2 വരെ എത്തിയത് തന്നെ യൂണിക്കോൺ ബൈക്കിനും വേണ്ടിയിട്ടാണ്. എനിക്ക് മനസ്സിലായില്ല. ഇപ്പം പറഞ്ഞു, 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഫുൾ A+ വാങ്ങിയാൽ പാഷൻ പ്ലസ് ബൈക്ക് വാങ്ങി കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞു. അവൻ പറഞ്ഞാണ്. അങ്ങനെ പറഞ്ഞു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങി. നല്ല മിടുക്കനാണ്. ഫുൾ A+ വാങ്ങിയപ്പോൾ ഉപയോഗിച്ച പദം, അതുവരെ ഒരു ഉപകാരത്തിനെത്താത്ത കാരണവന്മാരൊക്കെ ഇടപെട്ടിട്ട് പറഞ്ഞു 18 വയസ്സായിട്ടില്ല, അതുകൊണ്ട് ബൈക്ക് വാങ്ങിക്കൊടുക്കരുത്. അവൻ പറഞ്ഞ പതാണ്. അതുവരെ ഒരു ഉപകാരത്തിനെത്താത്ത കാരണവന്മാരിൽ ഇടപെട്ടിട്ട് പറഞ്ഞു 18 വയസ്സായിട്ടില്ല, അതുകൊണ്ട് ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ പാടില്ല. അത് പോയി. പിന്നെ എല്ലാവരും കൂടെ മസലത്താക്കി +2 ഫുൾ A+ ഉണ്ടെങ്കിൽ അപ്പോഴേക്ക് ബൈക്കിന്റെ ട്രെൻഡ് മാറി, യൂണിക്കോൺ വാങ്ങിത്തരാം. അങ്ങനെ ഇവൻ പറയാണ്, ആ യൂണിക്കോൺ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ +2 പഠിക്കുന്നത്. അത് കിട്ടിയാലും ഈ ഫുൾ A+ കിട്ടിയാലും ഞാൻ ഈ പണി നിർത്തും. ഞാൻ അവനോട് ചോദിച്ചു, അല്ല സുഹൃത്തെ, നിനക്ക് പഠിച്ചിട്ട് നാളെ നല്ല നിലയിലെത്തണ്ടേ? ഒരു നല്ല ഉയർച്ചയിലെത്തണ്ടേ? ഒരു അഭിമാനത്തിലെത്തണ്ടേ? നാളെ നിൻ്റെ മക്കളെ മുന്നിൽ, പെണ്ണുങ്ങളുടെ മുന്നിൽ, കുടുംബത്തിൻ്റെ മുന്നിൽ സന്തോഷത്തോടെ നിൽക്കണ്ടേ? ഈ നല്ലൊരു അഭിമാനകരമായ ഒരു അവസ്ഥയിലെത്തണ്ടേ? ഇതൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, മാഷേ ഇനി നിങ്ങൾ പറയരുതെന്നു. അവൻ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്ക്, കാരണം എൻ്റെ കുടുംബത്തിൽ 8ഓളം ആൾക്കാരുണ്ട്. അതിന് 3 ആൾ ഡിഗ്രി കഴിഞ്ഞാണ്, 2 ആൾ TTC കഴിഞ്ഞാണ്, 3 ആൾ PG കഴിഞ്ഞാണ്. 8 ആളെ പഠിച്ചോലുള്ളത്. ഈ പഠിച്ച 8 ആളും എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടും സംഗതിയുടെ ചിത്രം എന്താണെന്ന് വെച്ചാൽ, ഈ 8 ആളും കൂടെ കൂട്ടിയാൽ 3500-ന്റെ മേലെ ശമ്പളം വാങ്ങുന്ന ഒരാളും ഇല്ല. ഇത്രയും പഠിപ്പുള്ള കൂട്ടരായിട്ടും 3500-ന്റെ മേലെ ശമ്പളം വാങ്ങുന്ന ആരും ആ കൂട്ടത്തിലില്ല. നിങ്ങൾ അറിയോ, എൻ്റെ നാട്ടിൽ 8ാം ക്ലാസ്സും പരിപാടിയായിട്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഓലൊക്കെ എൻ്റെ ഏട്ടൻ ആലുവ റെയിൽവേ സ്റ്റേഷനടുത്ത് നടത്തുന്ന ബേക്കറിയിൽ ജോലിക്ക് നിൽക്കുന്നുണ്ട്. അവരായാൽ 300 രൂപ, 350 രൂപ അവർക്ക് ഒരു ദിവസം വൈകുന്നേരമായ കൂലി കിട്ടും. നിങ്ങൾ കൂട്ടി നോക്കും മാഷേ, ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നല്ല നിലയിലെത്തണമെങ്കിൽ എത്ര കാലം പഠിക്കണം? ഞാൻ പറഞ്ഞു, മിനിമം 5 കൊല്ലെങ്കിലും പഠിക്കണം. ഡിഗ്രി ഒരു PEd അല്ലെങ്കിൽ PG എങ്കിലും കഴിയണമെങ്കിൽ നീ ഒരു 5 കൊല്ലം പഠിക്കണം. ഉടനെ പറഞ്ഞു, ഇപ്പോൾ ഒരു ഏട്ടൻ്റെ അനിയൻ എന്നുള്ള നിലക്കും അനിയൻ്റെ ഏട്ടൻ എന്നുള്ള നിലക്കും ആ ബേക്കറി പോയി നിന്നാൽ വൈകുന്നേരം ആകുമ്പോൾ 500 രൂപ എനിക്ക് കിട്ടുന്ന ഉറപ്പാണ്. 30 ദിവസം കൂട്ടിയാൽ 15,000 രൂപ ആദായി. 5 കൊല്ലം കാത്തു നിന്നിട്ട് 3500 വാങ്ങണോ, അല്ലെ ഇപ്പം പോയിട്ട് 15,000 വാങ്ങണോ? ബുദ്ധി ഏതാ നിങ്ങൾ പറ. ബേക്കിൽ രക്ഷിതാക്കൾ അടക്കണ്ട്. രക്ഷിതാക്കളൊക്കെ തലകുലുക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ പഠിപ്പിക്കണ്ടല്ലേ? കാരണം ആചാരം ഞാൻ എടുക്കുന്ന ക്ലാസ്സിനേക്കാളും വലിയ ക്ലാസ്സാണ് ഇവൻ എടുത്തത്. ശരിക്കും പറഞ്ഞാൽ വേറെ നിർവാഹം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ രീതിയിൽ നമ്മളെ നാട്ടിലെ ആൺകുട്ടികൾ ചിന്തിച്ചു തുടങ്ങി. ആ ചിന്തിച്ചു തുടങ്ങിയതിന്റെ ദുരന്തം നിങ്ങൾ പറ. നമ്മളെ നാട്ടിലെ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞില്ലേ? ആൺകുട്ടികൾ പഠിക്കാൻ പോകുന്നത് കുറഞ്ഞില്ലേ? എല്ലാം പോയാൽ തന്നെ എവിടെ പോവും? 1 കൊല്ലം കൊണ്ട് ജോലി കിട്ടുന്ന ഏതെങ്കിലും കോഴ്സ് ഉണ്ടോ നോക്കും, അല്ലെങ്കിൽ മൊബൈൽ ടെക്നോളജി, അല്ലെ വേറെ ഏതെങ്കിലും ഡിപ്ലോമ. അത് വെറുതെ രക്ഷിതാക്കളെ കണ്ണുപൊടിയിടാനാണ്. അങ്ങനെ ഡിപ്ലോമ ജോലി ചെയ്യാനാണ്, കുടുംബത്തെ പറ്റാണെന്നൊക്കെ പറയും. പക്ഷെ തൽക്കാലം ഇതൊന്ന് ഈ സ്ട്രീമെന്ന് അങ്ങ് തെറ്റാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ ഇടത്താവളം കണ്ടെത്തുന്നത്. അങ്ങനെ ഇടത്താവളം കണ്ടെത്തി ആൺകുട്ടികളൊക്കെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകന്നു. ഇതുണ്ടാക്കുന്ന ദുരന്തം എന്താണെന്നറിയോ? ഇന്ന് കേരളത്തിലെ മലബാറിൽ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് റേറ്റ് ഉള്ള സംസ്ഥാനമായി കേരളം മാറി. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മലബാർ, അതിൽ തന്നെ വിശിഷ്യ മുസ്ലിങ്ങൾ. വിവാഹമോചനം ഏറ്റവും കൂടുതൽ നടക്കുന്ന കൂട്ടരായിട്ട് നമ്മൾ മാറി. എന്താ വിവാഹമോചനം നടക്കുന്നതിന്റെ കാരണം? പട്ടിണിയാണോ, ദാരിദ്ര്യമാണോ, ഇല്ലായ്മയാണോ, വല്ലായ്മയാണോ? അല്ല. ഈ പട്ടിണി, ഈ വിവാഹമോചനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായ ഈ ഒരു വല്ലാത്തൊരു ഈ പരസ്പരമുള്ള ഡിസ്പാരിറ്റിയാണ്, പരസ്പരമുള്ള ചേർച്ചക്കുറവാണ്. കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ കൺസെപ്റ്റ് കൊണ്ട് ഒത്തുപോണില്ല, യോജിച്ചു പോകുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല. എത്രയോ കുടുംബങ്ങൾ അറിയാം. ആഴ്ചയിൽ 2-3 കുടുംബങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ കൗൺസിലിങ്ങിന് വരും. സംസാരിച്ചു നോക്കിയാൽ കാര്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിസ്സാരമായ വിഷയം. പക്ഷെ വന്ന് കേടുമ്പോൾ തന്നെ പറയണത് ഇതൊന്ന് മുറിച്ച് തന്നാൽ മതി, വേറെ ചർച്ച ഒന്നും വേണ്ട, തീർന്നാൽ മതി. ഈ അടുത്തൊരു കുടുംബം വന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഇവർ കാര്യങ്ങൾ ചോദിച്ചു. നല്ല തറവാടികളാണ്. എറണാകുളത്തൊരു അറിയപ്പെട്ട കുടുംബത്തിലെ ആളുകളാണ്. അപ്പോൾ ഇവർ വന്നു. നല്ല സുമുഖനായ 2 കുടുംബങ്ങളാണ്. ആദ്യത്തെ കുടുംബം കയറി വരുമ്പോൾ ഒരു ചുവന്ന സ്വിഫ്റ്റ് കാറിലാണ് വന്നിറങ്ങി. ഒരു ഡോറ് തുറന്ന് ഈ ചെറുപ്പക്കാരൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ നിറത്തിലുള്ള ഒരു സ്വിഫ്റ്റ് കാർ വീണ്ടും വരുന്നു. ആ സ്വിഫ്റ്റ് കാറിൽ നിന്ന് പിറകുന്ന കുറച്ച് കാരണവന്മാരൊരു പെണ്ണും ഇറങ്ങി ഓഫീസിലേക്ക് വന്നപ്പോൾ തന്നെ എന്നോട് ഓഫീസിലുള്ള 1-2 ആൾ പറഞ്ഞു, ഇത് സംഗതി അബദ്ധമാണ്. ആ 2 ഒരുപോലത്തെ സ്വിഫ്റ്റ് കാർ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു ഇത് ശരിയാവില്ല, കാരണം ഇത് വാശിയാണ്. അങ്ങനെ 2 ആളും വന്ന് കയറി. ഞാനിങ്ങനെ പരീക്ഷണത്തിന് വേണ്ടി മുന്നിൽ 2 കസേര ഇട്ടു. മുന്നിൽ 2 കസേര ഇട്ടപ്പോൾ ഇവർ ഇരിക്കുന്ന ഒരാൾ അങ്ങോട്ടും വലിച്ചു, ഒരാൾ ഇങ്ങോട്ടും വലിച്ചു. എന്നിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ 2 ഭാഗത്തായിട്ടിരുന്നു. കാരണം ഒക്കൂല എന്ന് എനിക്ക് ആദ്യമേ സൂചന തന്നു. സംസാരിച്ചു തുടങ്ങി. ഈ സ്ത്രീയെ നമ്മുടെ സ്ഥാപനത്തിലുള്ള ഒരു പ്രവർത്തക കൂട്ടിക്കൊണ്ടുപോയി സംസാരിച്ചു. എന്താ വിഷയം എന്നറിയാൻ.
ഈ സുഹൃത്തിനോട് ഞാനും സംസാരിച്ചു കുറെ കഴിഞ്ഞപ്പോൾ സംഗതി അന്വേഷിച്ച് നോക്കുമ്പോൾ നിസ്സാരമാണ് പ്രശ്നം. എന്താ പ്രശ്നം എന്ന് അറിയോ? സ്ത്രീക്ക് നല്ല വിദ്യാഭ്യാസവും യോഗ്യതയൊക്കെ ഉള്ളതാണ്. ഇവനാണെങ്കിൽ ഒരു +2 പിന്നെ കച്ചവടമായിട്ട് നടക്കുകയാണ്. ഇവന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റോക്ക് എന്നൊക്കെ ഇപ്പൊ പറയില്ലേ, ഇപ്പൊ റോക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ സ്ത്രീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഷാരൂഖ് ഖാനും അമിതാഭ് ബച്ചനൊക്കെ മനസ്സിൽ ധ്യാനിച്ച് വന്നതാണ്. ഈ ചങ്ങാതി പിറ്റേന്ന് മുതൽ ഇങ്ങനെ ലോകം മൊത്തം ചുറ്റി നടക്കാൻ കൂട്ടിക്കൊണ്ട് നടക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഇവനെ ഭർത്താവാക്കി സ്വീകരിച്ചത്. പക്ഷേ ഈ സുഹൃത്താണെങ്കിൽ അതിന് എതിരുമല്ല, പോകാൻ ഇഷ്ടമുള്ള ആളുമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, 4 കിലോമീറ്റർ 5 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴേക്ക് ചങ്ങായി ഛർദ്ദിക്കും, ഭയങ്കര ഛർദ്ദി. അതുകൊണ്ട് തന്നെ ഛർദ്ദിച്ചാലോ 2 ദിവസം എണീറ്റ് എടുക്കാൻ പറ്റൂല. അപ്പൊ ഇവൻ പറയേണ്ടത് എന്ത് വേണമെങ്കിലും തരാം, ടൂറല്ലാത്ത എന്ത് വേണമെങ്കിലും തരാം. ആ സ്ത്രീ ആണെങ്കിലോ നിങ്ങൾക്കൊന്നും തരാം, എനിക്ക് വേണ്ടി തരണ്ട, എൻ്റെ കൂടെ ഒരു ടൂറിന് വേണ്ടി. കാരണം ആ സ്ത്രീ പറയണത് അവ അനിവാര്യമായി പട്ടിണി കിടത്തിയ പോലെ പറയണത്. നിങ്ങൾ അറിയോ, കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലായി ഇതുപോലെ ഒരു ഹണിമൂൺ ട്രിപ്പ് വരെ പോയിട്ടില്ല. ആ ജാതി പ്രശ്നങ്ങളാണ് പറയണത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ സ്ത്രീ പെൺകുട്ടി സംസാരിച്ച് വന്നിട്ട് പറഞ്ഞു, ഇതിന് വേറെ പരിഹാരമൊന്നുമില്ല, നിങ്ങൾ ഇത് എങ്ങനെയെങ്കിലും സ്പീഡിൽ ഇത് തീർത്ത് തരാൻ പറ്റുമെങ്കിൽ തീർത്ത് തന്നാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര ഈ 2 കുടുംബം. എന്നാലും കുടുംബങ്ങളോ നിസ്സഹായരാണ്, ഓൽക്കൊന്നും ഇടപെടാൻ കഴിയുന്നില്ല. കാരണം രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു കൺസെപ്റ്റിന് യോജിക്കുന്നില്ല. ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പദം അതാണ്, കൺസെപ്റ്റിന് യോജിക്കുന്നില്ല. അങ്ങനെ കൺസെപ്റ്റ് എല്ലാ മേഖലയിലും ആ ട്രെൻഡ് മാറി. ഇപ്പൊ കുട്ടികളാണെങ്കിൽ ചെറിയ കാലത്ത് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ നമ്മളെന്താ പറയാ, നമ്മളല്ല നാട്ടുകാരെന്താ പറയാ, ഐ ലവ് യു എന്ന് പറയും അല്ലേ. അതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ട്രെൻഡായിരുന്നു. ഇപ്പൊ അത് മാറി. നിങ്ങൾ ചെറിയ കുട്ടികളൊക്കെ പരസ്പരം പറയുന്ന കത്തുകളും മെസ്സേജുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കി, ഐ മിസ് യു എന്നാ പറയാ. എന്ന് പറഞ്ഞാൽ ഓല അപ്പോഴേ ഉറപ്പിച്ചിട്ടുണ്ട് ഇത് തെറ്റിപ്പോവും, ഇത് മിസ്സാവുന്നവർക്ക് ഉറപ്പാണ്. പക്ഷെ എന്നാലും ഐ മിസ് യു അതിപ്പോ ട്രെൻഡായി മാറി. ഐ ലവ് യുന്റെ അതേ അർത്ഥമുള്ള പദമായിട്ട് ഇപ്പൊ ഐ മിസ് യു ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം എന്താ, ഇന്ന് അതിന്റെ ഉള്ളിലൊരു ധ്വനിയുണ്ട്, വിൽ മിസ് യു. ഇന്നല്ലേ നാളെ ഇന്ന നഷ്ടപ്പെടും. ഇങ്ങനെ എല്ലാം നഷ്ടമായി കുടുംബജീവിതം മാറി. ഈ കുടുംബജീവിതം തകരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ എഡ്യൂക്കേഷണൽ ഡിസ്പാരിറ്റിയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ഹസ്ബൻഡ്സ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് വൈഫ്സ്. ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥ അതായിരുന്നു. വിവരമുള്ള ഭർത്താക്കന്മാർ, വിവരം കുറഞ്ഞ ഭാര്യ. നിങ്ങളൊക്കെ തലമുറയിൽ അതാണ്ടാവുക. നിങ്ങൾ പഠിച്ചത് +2, ഭാര്യ 8ാം ക്ലാസ്. നിങ്ങൾ പഠിച്ചത് ഡിഗ്രി, ഭാര്യ 10ാം ക്ലാസ്. നിങ്ങൾ പഠിച്ചത് PG, ഭാര്യ ഡിഗ്രി. അത് ഒത്തുപോകും. കാരണം എന്താ, വല്ലാതെ ഞെളിയുമ്പോൾ സാധുക്കളൊന്ന് തുറച്ചു നോക്കിയാൽ അവിടെ നിൽക്കും. കാരണം പഠിപ്പ് ലേശം കൂടുതൽ അമ്മക്കാണ്. ഇപ്പൊ ഏതാ അവസ്ഥ എന്നറിയോ, എഡ്യൂക്കേറ്റഡ് വൈഫ്സ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് ഹസ്ബൻഡ്സ്. ഇവിടെ സ്ത്രീകൾ കുറവുള്ളതുകൊണ്ട് പറയാലോ. എഡ്യൂക്കേറ്റഡ് വൈഫ്സ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് ഹസ്ബൻഡ്സ്. വിവരം കൂടിയ ഭാര്യ, വിവരം കുറഞ്ഞ ഭർത്താവ്. ഭാര്യക്ക് ഡിഗ്രി, ഭർത്താവിന് +2. ഭാര്യക്ക് PG, ഭർത്താവിന് ഡിഗ്രി. ഇത് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ അപൂർവമാണ്. കാരണം എന്താ, ഒത്തുപോകില്ല, പ്രശ്നമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു തരത്തിലും ഇതുപോലെ പണ്ടൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ഒരു കല്യാണത്തിനൊക്കെ പോണ സമയത്ത് ആണുങ്ങളാണ് പെൺകുട്ടികളോട് ചോദിക്കുക, എന്താ പേരൊക്കെ ചോദിച്ച ശേഷം ഉടനെ ചോദിക്കും എത്ര വരെ പഠിച്ചിട്ടുണ്ട്. സാധുക്കൾ ഇങ്ങനെ തല ഇങ്ങനെ കാലിങ്ങനെ ഉരുട്ടി ചൊറിഞ്ഞ് നാണം കുടുങ്ങിയിട്ട് പറയും, ഞാൻ കാര്യമായിട്ട് പഠിക്കാൻ പറ്റിയില്ല, 10 പോയിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇപ്പം നേരെ മറിച്ച പെൺകുട്ടികൾ ചോദിക്കും, അല്ല നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പറയും, പ്രാരാബ്ദം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അബുദാബി പോയി, കാര്യമായിട്ടൊന്നും പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. നേരെ തിരിച്ചു പറയുന്ന ഒരു കാലം വന്നു. എഡ്യൂക്കേഷൻ നമുക്ക് കുറഞ്ഞു. ഇത് ഇപ്പൊ പ്രശ്നമല്ല, 5 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് അത് മാറും. ആൺകുട്ടികളുടെ വിദ്യാഭ്യാസ കുറവ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതൊരു ദുരന്തമായിട്ട് മാറും. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാവണമെങ്കിൽ, പണ്ടൊക്കെ ആൾക്കാർ ദ്വാരക്കാൻ പറയാൻ എന്താ വെച്ചാൽ 3 പെൺകുട്ടികളുണ്ട്, നല്ലൊരു പുതിയാപ്പിളനെ കിട്ടാൻ ദ്വാരക്കണമെന്നാണ്. ഇപ്പം അതിലാർക്കും വിഷമമൊന്നുമില്ല, അത് കിട്ടും. പക്ഷെ 2 ആൺകുട്ടികളുണ്ട്, നിങ്ങൾ ദ്വാരക്കണേ മര്യാദയ്ക്കുള്ളൊരു പെണ്ണ് കിട്ടിപ്പോവാൻ. ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ. പെണ്ണില്ലാത്തത് കൊണ്ടല്ല, പെൺകുട്ടികൾ ചോദിക്കാൻ തുടങ്ങി, ചങ്ങാതി എത്ര വരെ പഠിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കോ നഷ്ടപ്പെട്ടു. നമ്മളെ നാട്ടിലെ പ്രിയപ്പെട്ട മക്കളെ 10ാം ക്ലാസ്സും +2 കഴിയുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു വിസ കൊടുത്ത് ഗൾഫിലേക്കോ എങ്ങനെയെങ്കിലും ഒരു ബേക്കറിയിലേക്കോ ജ്വല്ലറിയിലേക്കോ ടെക്സ്റ്റൈൽസിലേക്കോ പറഞ്ഞു വിടുന്ന കാലം മാറണം. ആ ട്രെൻഡ് മാറണം. എന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, സമുദായം ഇനിയും ബോധം വെച്ചില്ലെങ്കിൽ കാര്യം അബദ്ധത്തില്ല. ഞങ്ങളൊരു 6 മാസക്കാലത്തോളം ബഹുമാനപ്പെട്ട മുനവർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ തിരിച്ചുപോയ പ്രവാസികളുടെ പ്രശ്നങ്ങളെ പറ്റി പഠിച്ചു. ഇൻഷാ അല്ലാഹ് 13-ാം തീയതി അതിന്റെ GCCയിലെ റിലീസിംഗ് ഇവിടെ ദുബൈയിൽ വെച്ച് നടക്കുകയാണ്. ആ പഠനം നടത്തിയപ്പോൾ കണ്ണ് തള്ളിപ്പോയ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ അറിയോ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട നമ്മുടെ പാവപ്പെട്ട ആളുകൾ, ആ മുസ്ലിം സമുദായം 1300ഓളം വീടുകൾ 8 ജില്ലകളിലായിട്ട് നമ്മളെ ഇതിന്റെ ഗവേഷകർ കയറി ഇറങ്ങി പരിശോധിച്ചു. 1300ഓളം വീടുകൾ അവർ നേരിട്ട് കണ്ട് സംസാരിച്ചു. പിരിഞ്ഞുപോയവരുടെ ദയനീയമായ ജീവിത സാഹചര്യങ്ങൾ പഠിക്കാൻ. സംഗതി ബോധ്യപ്പെട്ടത് ക്രൈസ്തവ സമുദായത്തിലില്ല, ഹൈന്ദവ സമുദായത്തിലില്ല.
ഈ തിരിച്ചുപോക്കിന്റെ 80% മുസ്ലിം സമുദായത്തിലാണ് ഉണ്ടായത്. എന്താ മുസ്ലിം സമുദായത്തിൽ തിരിച്ചുപോക്ക്? പ്രാരാബ്ദം മാത്രം കയ്യിലേന്തി ഗൾഫിലേക്ക് കയറി വന്നവരാ. കഫ്റ്റീരിയകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മാത്രം കഴിയുന്നവരാ. ഇവർക്കൊരു നിത്താക്കത്ത് വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ, ഒരു നിയമം വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള യോഗ്യത കയ്യിലില്ല. നമ്മുടെ മക്കളും അതേ മാതൃകയിൽ +2 കഴിഞ്ഞിട്ട് കയറുകയാണ്. എന്നാൽ നിങ്ങളറിയോ, എങ്ങനെയെങ്കിലുമൊക്കെ ലോൺ എടുത്തിട്ടെങ്കിലും പഠിപ്പിച്ചിട്ട് കുട്ടികളെ ഒരു നിലവാരത്തിലെത്തിച്ചിട്ട് ഗൾഫിലേക്ക് കയറ്റിവിടും മറ്റുള്ള സമുദായക്കാർ. അങ്ങനെ കയറ്റിവിടുന്നത് കൊണ്ട് അവർക്ക് ഒരു നിത്താക്കാത്തും അവരെ ബാധിക്കില്ല, ഒരു സാമ്പത്തിക മാന്ദ്യവും അവരെ ബാധിക്കില്ല. നമ്മളെയോ ഏത് ലോകത്തിന്റെ ഒരു ചെറിയ പക്ഷി മുകളിലൂടെ പറന്നാൽ പോലും സമുദായം കിടുകിടാ വിറക്കും. ഈ വിറക്കുന്നതിന്റെ കാരണം യോഗ്യതയുടെ കുറവാ, വിദ്യാഭ്യാസത്തിന്റെ കുറവാ. ഇനിയുള്ള സമുദായം, അതുകൊണ്ടാണ് മഹാനായ ഗസാലി ഇമാമിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, വിദ്യയുള്ളൊരു തലമുറയിൽ നിന്നല്ലാതെ സമുദായത്തിന് മാറ്റമുണ്ടാവില്ല. വിദ്യയുള്ളൊരു തലമുറയിൽ നിന്നല്ലാതെ സമുദായത്തിന് മാറ്റമുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇനി പ്രയോറിറ്റി കൊടുക്കേണ്ടത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സംഭാവനകൾ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുക. മഹല്ലുകളിൽ അതാ ഏറ്റവും കൂടുതൽ വേണ്ടത്. രമ്യഹർമ്മങ്ങൾ കെട്ടിപ്പൊക്കുന്നതിനേക്കാൾ, മനോഹരമായ സൗധങ്ങൾ പണിയുന്നതിനേക്കാൾ, സുന്ദരമായ ആയിരക്കണക്കിന് ആളുകൾക്ക് 5 കിലോ അരിയുടെ റിലീഫ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു തലമുറയുടെ അന്തസ് മാറ്റാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരനെ പഠിപ്പിക്കാൻ, ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുക. വ്യാപകമായി ഒറ്റയും തെറ്റയുമായി നടക്കുന്നുണ്ട് അല്ല, അത് പോരാ. എപ്പോഴെങ്കിലുമൊക്കെ ദാനം കൊടുത്തിട്ട് പിരിച്ചുവിട്ടാലും പോരാ, ആ കുട്ടി അവിടെ എത്തുന്നുണ്ട് എന്ന ഒരു നിലവാരത്തിലുള്ള ഒരു ശ്രദ്ധയും അംഗീകാരവും ബഹുമാനവും കൊടുത്ത് അങ്ങനെ ഒരു 10 കുട്ടികളെ എൻ്റെ ഒരു പ്രവാസ ജീവിതത്തിനിടയിൽ ഇൻഷാ അല്ലാ ഒരാൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഞാനൊരു സിവിൽ സർവീസുകാരനാക്കും, എങ്ങനെയെങ്കിലും ഒരു PG കാരനാക്കും. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ആൺകുട്ടിയെ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ പ്രവാസം 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഇൻഷാ അല്ലാ എനിക്ക് അഭിമാനിക്കാൻ 10 വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ എൻ്റെ സമുദായത്തിൽ എൻ്റെ വിയർപ്പ് കൊണ്ട് വളർന്നിട്ടുണ്ട് എന്ന അഭിമാനത്തോടെ പറയാൻ കഴിയണം. കടലിൽ കല്ലെറിയുന്നത് പോലെ എവിടേക്കെങ്കിലും എറിഞ്ഞാൽ പോരാ. നിങ്ങളുടെ മഹല്ലുകളിലുള്ള കൂട്ടായ്മകൾ സജീവമാകേണ്ടത് അവിടെയാണ്. നിങ്ങളുടെ പ്രാദേശിക കൂട്ടായ്മകൾ സജീവമാകേണ്ടത് അവിടെയാണ്. ഇന്ന് സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നവും അതാണ്. വിദ്യാഭ്യാസമുണ്ട് എല്ലാവർക്കും. നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്, മനോഹരമായ സ്ഥാപനങ്ങളുണ്ട്. എത്രയെത്ര മുസ്ലിം സ്ഥാപനങ്ങൾ നമ്മൾക്കുണ്ട്. നിങ്ങളും സങ്കടപ്പെട്ടിട്ട് പരസ്പരം പറയാറില്ലേ, മുസ്ലിം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെ നോക്കിയാൽ സമുദായമില്ല, മുസ്ലിം സ്ഥാപനങ്ങളിലെ അധ്യാപകരെ നോക്കിയാൽ സമുദായമില്ല, മുസ്ലിം സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ നോക്കിയാൽ സമുദായമില്ല, മുസ്ലിം സ്ഥാപനങ്ങളിലെ പ്രവർത്തകരെ നോക്കിയാൽ സമുദായമില്ല. സങ്കടപ്പെട്ടിട്ട് നെഞ്ചത്തടിച്ച് നമ്മൾ പറയാറില്ലേ, ഇക്കണ്ട മനോഹരമായ സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പൊക്കിയിട്ട് മുസ്ലിം ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്തേ ഇതിന്റെ കാരണം? കേവല വിദ്യാഭ്യാസത്തിന്റെ കുറവ് മാത്രമല്ല, യോഗ്യതയുള്ള മുസ്ലിം ചെറുപ്പക്കാരുടെ എണ്ണം കുറയുകയാണ്. ഡിഗ്രി ഉണ്ട് പക്ഷെ യോഗ്യതയില്ല, എലിജിബിലിറ്റി ഇല്ല. ഡിഗ്രി ഉണ്ട് പക്ഷെ 4 ആളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ അറിയില്ല. ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, അതിനുള്ള യോഗ്യത കിട്ടുന്നില്ല. ട്രെയിനിങ് ഇല്ലാത്ത ചെറുപ്പക്കാർ വളർന്നു വന്നു തുടങ്ങി. നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല, നമ്മളെ നാട്ടിലെ ഈ മുസ്ലിം കുടുംബങ്ങളിലുള്ള ഇഷ്ടം പോലെ ആളുകൾ നാട്ടിന്റെ ട്രെൻഡ് അനുസരിച്ച് PG-യും ടെക്നോളജിയും അതുപോലെ എഞ്ചിനീയറിംഗും MBBS-ഉം ഒക്കെ പഠിച്ച് പുറത്തിറങ്ങി പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ ഇവർക്കാർക്കും ശോഭിക്കാൻ കഴിയുന്നില്ല. എന്തിന്? നിങ്ങൾ കാണുന്നില്ലേ, പലരും CV കൊണ്ട് ഇങ്ങനെ തേരാപ്പാര കടങ്ങുമ്പോൾ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലിരുന്നിട്ട് ചെന്നിട്ടൊന്ന് മിനുങ്ങാൻ, ഒന്ന് രക്ഷപ്പെടാൻ നമ്മളെ നാട്ടിലെ പാവപ്പെട്ട മക്കൾക്ക് കഴിയുന്നില്ല. ഇതുപോലെയുള്ള മഹല്ല് കമ്മിറ്റികൾ നിങ്ങൾ എടുക്കേണ്ട ഒരു യത്നവത, ഒരു തീരുമാനമതാ. നിങ്ങളുടെ നാട്ടിലെ ഇങ്ങനെ യോഗ്യതയുള്ള കുട്ടികളെ, ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെ, ഒരു 10-15 കുട്ടികളെ കൂട്ടിയിരുത്തി അവർക്കൊരു ഫിനിഷിംഗ് കോഴ്സ് കൊടുക്കുക. വലിയ കാലമൊന്നും വേണ്ട, 5-10 ദിവസങ്ങളുടെ ഒരു കോഴ്സ്. ആ കോഴ്സ് കൊടുക്കുമ്പോൾ അവരെ ഒന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിക്കുക. എങ്ങനെയാ മാന്യമായി ഇംഗ്ലീഷ് സംസാരിച്ച് പുതിയ കാലത്തിന്റെ ചാലഞ്ചസിനെ നേരിടാൻ കഴിയുക എന്നവരെ പഠിപ്പിക്കുക. അത്യാവശ്യമുള്ള ബേസിക് കമ്പ്യൂട്ടർ സ്കിൽ അവരെ പഠിപ്പിക്കുക. അത്യാവശ്യമുള്ള ഈ ആളുകളോട് ഇടപെടാനുള്ള മാനേജ്മെന്റ് സയൻസ് അവരെ പഠിപ്പിക്കുക. അങ്ങനെ ശീലിപ്പിച്ചിട്ടും പരിശീലിപ്പിച്ചിട്ടും 5 കൊല്ലവും 10 കൊല്ലവും പഠിച്ച ചെറുപ്പക്കാരെ ഒരു 10 ദിവസം കൊണ്ടൊന്ന് പാകപ്പെടുത്തിയെടുക്കുക. അത് നമ്മളെ സമുദായത്തിൽ മാത്രമേ നടക്കാത്തുള്ളൂ. നിങ്ങൾ അറിയേണ്ടത് ഈ ജോബിന്റെ എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന, എംപ്ലോയബിൾ സ്കിൽ എന്ന് പറയുന്ന ഈ ഇഷ്യൂ മറ്റ് കമ്മ്യൂണിറ്റിയിൽ ഇല്ല, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ. എന്തുകൊണ്ടായില്ലാത്തത്? ഇടവകകൾ കേന്ദ്രീകരിച്ച് പഠിപ്പ് കഴിഞ്ഞ ആളുകൾക്ക് ആ പള്ളിയിലെ വികാരിയും അവിടുത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസമുള്ളവരും ചേർന്നിട്ട് കോച്ചിങ് കൊടുക്കും. മോനെ, നീ സൗദിയിലേക്കാ പോകണമെന്ന് തീരുമാനിച്ചാൽ സൗദിയുടെ രീതി എന്താ എന്ന് പഠിപ്പിച്ചു കൊടുക്കും. സൗദിയിലെ നിയമം എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കും. സൗദിയിൽ എങ്ങനെയാ പെരുമാറേണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങളറിയും, മനോഹരമായി ചൊകചൊകയായി അറബി സംസാരിക്കുന്ന നമ്മളൊക്കെ ഇത്രയും കാലം ദീനും അറബിയും ഒക്കെ പഠിച്ചിട്ടും അറബി സംസാരിക്കാൻ നമുക്കറിയാതെ വിമ്മിഷ്ടം കാണിക്കുമ്പോൾ മനോഹരമായി അറബി പറയുന്ന എത്രയോ സഹോദര സമുദായത്തിലെ സുഹൃത്തുക്കളുണ്ട്. ശക്തമായ ഓറിയന്റേഷനും ട്രെയിനിങ്ങും അവർക്ക് കിട്ടുന്നുണ്ട്. ഇനിയും നമ്മൾ ഉപരിപ്ലവമായി സഞ്ചരിച്ചാൽ മതിയോ? അങ്ങനെ ചിന്തിച്ചാൽ മതിയോ? മെല്ലെ കല്ലെറിഞ്ഞിട്ട് സമുദായം നന്നായിക്കോളും എന്ന് വിചാരിച്ചാൽ മതിയോ? പോരാ. നമ്മളെ നാട്ടിലെ 10-15 വരുന്ന ചെറുപ്പക്കാരെ അതിന് വലിയ പബ്ലിസിറ്റി കിട്ടൂല.
അതിന് വലിയ പേര് കിട്ടൂല, അതിന് വലിയ ഫോട്ടോ വരില്ല, ആ ദുരന്തം അതിനുള്ളൂ. പക്ഷെ അതിനുവേണ്ടി അള്ളാഹുവിന്റെ ഖജനാവിൽ ഈ സമുദായത്തിന്റെ തലവര തിരുത്തിയതിന്റെ അഭിമാനം വരും. എനിക്കറിയാം ഒരു സമീറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ചെറ്റക്കുടിലിൽ ഒരു വാപ്പയും ഉമ്മയും ആ കുട്ടിയും ഒരു ചെറ്റക്കുടിലിൽ ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പടി തീണ്ടി കഴിയുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ +2 പാസ്സായി, ഫുൾ A+, നല്ല മാർക്കോടെ ജയിച്ചു. നല്ല മാർക്കോടെ ജയിച്ചപ്പോൾ ഈ സമീറ എൻട്രൻസിന് പരീക്ഷ എഴുതിയപ്പോൾ നല്ല മാർക്കോടെ അവിടെയും ജയിച്ചു. MBBSന് ഗവൺമെന്റ് കോട്ടയിൽ കിട്ടി. മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ കൊടുക്കാനുള്ള അത്യാവശ്യ ചെലവിനുള്ള പണം പോലും കയ്യിലില്ല. അങ്ങനെ വന്നപ്പോൾ ഹൃദയമുള്ള, കാരുണ്യമുള്ള, നല്ല മനസ്സുള്ള നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ കൂടി ആ കുട്ടിയുടെ പഠിപ്പ് മുഴുവൻ ഏറ്റെടുത്തു. പഠിക്കപ്പോൾ കുട്ടി അവസാന വർഷത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് സമീറ പഠിക്കാൻ പോകുന്ന കാലത്ത്, +2 പഠിക്കാൻ പോകുന്ന കാലത്ത്, ആ സമീറയുടെ കുടുംബം എന്ന് പറയുന്നത് പ്രാരാബ്ധക്കാരനായ കൂലിവേലക്കാരനായ വാപ്പയുടെ മകളായിരുന്നു അവൾ. ആ കൂലിവേലക്കാരനായ വാപ്പയുടെ പേര് പറഞ്ഞിട്ട് ആ കുടുംബം അറിയപ്പെട്ടിരുന്നത്. ആ പട്ടിണിപ്പാവമായ കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ടാ ആ കുട്ടിയെ വിളിച്ചിരുന്നത്. പക്ഷെ നിങ്ങളറിയോ, ഇന്ന് ആ പ്രദേശത്ത് ആ കുട്ടിയും കുടുംബവും ആ കുടുംബത്തിന്റെ കൂടെയുള്ളവരും അറിയപ്പെടുന്നത് ഡോക്ടർ സമീറയുടെ കുടുംബം എന്ന് പറഞ്ഞിട്ടാണ്. ഒരു സമീറ ആ ചോർന്നൊലിക്കുന്ന കൂരയിൽ നിന്ന് നിങ്ങളുടെയൊക്കെ വലിയ ശ്രമം കൊണ്ട് മെഡിക്കൽ കോളേജിലൂടെ ഒരു ഡോക്ടറായി പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ മുഴുവൻ അഡ്രസ് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം കൊണ്ട് മാറുക. ആ കുടുംബത്തിന്റെ മുഴുവൻ പേര് മാറാണ്. ഇനി ആ കുടുംബം മുഴുവൻ ഡോക്ടർ സമീറയുടെ കുടുംബം എന്നറിയപ്പെടും. ആ കുടുംബത്തിന്റെ മാർക്കറ്റ് ഉയരാണ്, ആ കുടുംബത്തിന്റെ സാഹചര്യം ഉയരാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്, ഇൽമൊരാളുടെ കയ്യിൽ കിട്ടിയാൽ അത് ആ മനുഷ്യനെ വളർത്തുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ്. അപ്പൊ ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇടപെടലുകൾക്ക് വേണ്ടി എന്റെയും നിങ്ങളുടെയും ശ്രമത്തെ, പ്രവർത്തനത്തെ ഏറ്റവും കൂടുതൽ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ആ ഏറ്റെടുക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രം പോരാ, വിദ്യ കഴിഞ്ഞ ആളുകൾക്ക് ഇത്തരം ഫിനിഷിംഗ് ട്രെൻഡുള്ള കോഴ്സുകളും ഇത്തരം സംഗതികളും നമ്മൾ പ്രാദേശികമായെങ്കിലും നടപ്പിലാക്കുക. എന്നിട്ട് അവരിവിടെ വരുമ്പോൾ നിങ്ങൾ ഇസ്ലാമിക് സെന്റർ പോലെയുള്ള വേദികളിൽ വിളിച്ചുകൂട്ടി ഒരു ഇൻഡക്ഷൻ, ഒരു ഓറിയന്റേഷൻ, ഒന്ന് എങ്ങനെയാണ് ജോബിന് പോകേണ്ടത്, ഇന്റർവ്യൂ ചെയ്യേണ്ടത്, ഇവിടുത്തെ ട്രെൻഡ് എന്താ എന്നൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ 4 കുട്ടികൾ നല്ല ജോബിലേക്ക് എത്തിപ്പെട്ടാൽ അതാ അഭിമാനം. നിങ്ങളുടെ റെക്കമെൻഡേഷൻ കൊണ്ട് ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലേക്കല്ല നമ്മുടെ സമുദായത്തിലെ ബുദ്ധിയും വിവേകവുമുള്ള മക്കൾ പോകേണ്ടത്. ആ മക്കൾ നിലവാരമുള്ള ആ സൂപ്പർ മാർക്കറ്റിലെ മാനേജറായി വരട്ടെ. ആ സൂപ്പർ മാർക്കറ്റിലെ തലയെടുപ്പുള്ള ജോലികൾ നമ്മളെ കുട്ടികൾ ഏറ്റെടുക്കട്ടെ. ബാക്കി മുഴുവൻ നേപ്പാളികളും ഫിലിപ്പീനുകളും ഏറ്റെടുക്കട്ടെ. ഇന്ന് നേരെ തിരിച്ചാ. നമ്മുടെ നാട്ടിലെ തലയും വിലയുമുള്ള, ബുദ്ധിയും ചിന്തയുമുള്ള നല്ല സമുദായത്തിലെ മക്കളൊക്കെ ഇങ്ങനെ ഈ ചെറിയ വിലയുള്ള ജോലി ചെയ്തിട്ട് ആയുസ് കളയുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല മുസ്ലിം സമുദായത്തിന്റെ ആയുധമായി ഏറ്റെടുക്കേണ്ട വിദ്യാഭ്യാസത്തിലേക്കുള്ള ശ്രദ്ധ വെറും സ്ഥാപനങ്ങൾ തുടങ്ങലല്ല, തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികളുടെ, അഭ്യസ്തവിദ്യരുടെ, ബിരുദധാരികളുടെ ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ചിന്തകളും ഇടപെടലുകളും നിങ്ങൾ നടത്തണം. ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികളെ പറ്റി നിങ്ങൾ ചോദിക്കണം. ആ കുട്ടികളെ ഏത് നിലവാരത്തിലേക്ക് ഉയർത്താൻ പറ്റിയെന്ന് നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ പങ്കുവെക്കണം. ആ ഉത്തരവാദിത്തം വരുമ്പോൾ സമുദായത്തിന്റെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും. രണ്ടാമത്തെ പ്രശ്നം ജോലിയാണ്, തൊഴിലാണ്. ആ തൊഴിൽ എന്ന് പറയുന്നത്, ഇന്ന് തൊഴിലില്ലായ്മ ഉണ്ട് നിങ്ങൾക്കറിയാം, പക്ഷെ തൊഴിലില്ലായ്മ ഇല്ല. ജോബ്ലെസ് പീപ്പിൾ ഉണ്ട്, പക്ഷെ ജോബില്ലാത്ത പ്രശ്നമില്ല. ജോലിയില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ ജോലിയുണ്ട്. എന്താ ജോലിയിലേക്ക് ഈ ആളുകൾ എത്തിപ്പെടാത്തത്? ക്ഷമതയുള്ള കുട്ടികളില്ല, നല്ല നിലവാരമുള്ള ഈ ജോലിക്ക് പറ്റിയ ആ കപ്പാസിറ്റി പുലർത്താൻ കഴിയുന്ന ആളുകളില്ല. ആരും പരീക്ഷിക്കാൻ തയ്യാറല്ല പണ്ടത്തെ പോലെ. എല്ലാവർക്കും വേണ്ടത് നല്ല തലമല്ല, നല്ല വൈബ്രന്റ് ആയ, ഡൈനാമിക് ആയ, നല്ല ശോഭിക്കുന്ന കുട്ടികളെ വേണം. ആ ശോഭിക്കുന്ന കുട്ടികളെ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നു. ഒരു രസകരമായ കഥ പറയാറുണ്ട്. MA ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ഒരു കുട്ടി ഒരു ദിവസം വീട്ടിലേക്ക് കയറി വരിക, സർട്ടിഫിക്കറ്റും വാങ്ങി കയറി വരുമ്പോൾ വാപ്പ ചിന്തിച്ചു, പടച്ചറബെ രക്ഷപ്പെട്ടു. കാരണം MA ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് എന്തായാലും ഒരു നല്ല ജോലി കിട്ടും, ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ. ആ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ജോലി വരുന്നില്ല, 2 ആഴ്ച കഴിഞ്ഞു ജോലി വരുന്നില്ല. വീണ്ടും ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ഇവൻ പറഞ്ഞു ഓരോ ഇന്റർവ്യൂവിന് പോകണം, അതിനൊക്കെ ഒരു ദിവസം വാങ്ങും. 200-300 രൂപ വാങ്ങി ഇന്റർവ്യൂവിന് പോകും. എന്നിട്ടും പണി കിട്ടില്ല. വൈകുന്നേരം വന്നിട്ട് പറയും ആ പണി നമുക്ക് പറ്റൂല വാപ്പ. വാപ്പ പറയും നമുക്ക് പറ്റൂല, സംഗതി ഇവനെ പറ്റായിട്ടാണ്. പക്ഷെ ഓൻ പറ്റൂല എന്നാണ് എല്ലാ ദിവസവും വരും. 10-15 ആഴ്ചകൾ ഇവരിങ്ങനെ വെറുതെ പോകും, പൈസ കളയും, ഒരു ജോലി കിട്ടണില്ല. അവസാനം ഗതിമുട്ടിന്റെ വാപ്പ പറഞ്ഞു, മോനെ ഇനി നിനക്ക് ഇങ്ങനെ വെറുതെ പൈസ കളയുന്നതിന് പകരം ഇഷ്ടംപോലെ തോട്ടം ഉണ്ടല്ലോ, ആ തോട്ടത്തിൽ പോയിട്ട് പണിയെടുത്തൂടെ, പണിക്കാരെ കൂടെ വൈകുന്നേരമാകുമ്പോൾ കൂലി തരാം. ഇവൻ പറഞ്ഞു, പാപ്പ എന്താ മനസ്സിലാക്കിയത്, MA ഫസ്റ്റ് ക്ലാസ് എടുത്ത് ഞാനിങ്ങനെ തോട്ടത്തിൽ പോയി പണിയെടുക്കുക, അതൊക്കെ ഭയങ്കര കുറവല്ലേ, കുറച്ചില്ല, നിങ്ങളതൊരു വിവരമില്ലാത്ത വർത്താനം പറയുന്നത്. വാപ്പ പറഞ്ഞു, എന്നാൽ പിന്നെ മോനെ ഈ പണിയെടുക്കണ്ട, നീ അവിടെ മേശരിയായിട്ട് കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയാൽ മതി. ഉടനെ ഞാൻ പറഞ്ഞു, മേശരിയായിട്ട് നോക്കാമായിരുന്നു, പക്ഷേ MA ഫസ്റ്റ് ക്ലാസ്സുള്ള ഞാനൊരു മേശരിയായി നിൽക്കുമ്പോൾ മറ്റേ മേശരിക്ക് വെറും 10ാം ക്ലാസ് വരെ ഇല്ല. അപ്പോൾ ആളുടെ അതൊരു കുറവാണ് വാപ്പ, അതിനും എന്നെ കിട്ടൂല.
ചുരുക്കി പറഞ്ഞ വാപ്പ തോറ്റു. ഉടനെ പറഞ്ഞു, മോനെ നിനക്കൊരു കട തുടങ്ങി തരാം, ആ കടൻ്റെ മാനേജറായിട്ട് മുതലാളിയായിട്ട് ഒന്ന് നടത്തിക്കൂടെ, കുറേ ജീവനക്കാരെയൊക്കെ വെച്ചിട്ട്. ഉടനെ പറഞ്ഞു, നടത്താമായിരുന്നു ഒരു ബിസിനസ്, പക്ഷേ MA ഫസ്റ്റ് ക്ലാസ്സുള്ള ഞാനെങ്ങനെ നാട്ടുകാരെ മുന്നിൽ ഒരു കച്ചവടം നടത്തുക, അത് എനിക്കൊരു കുറച്ചിലല്ല വാപ്പ. ഉടനെ വാപ്പ ഗതിമുട്ടിയിട്ട് പറഞ്ഞു, എന്നാ പിന്നെ പോയി തൂങ്ങിച്ചാവും മോനെ. ഇവൻ ഇത് വല്ലാതെ മനസ്സ് കൊണ്ടു. കാരണം വാപ്പ പ്രതീക്ഷിക്കാത്ത വാക്കാണ് കേൾക്കുന്നത്. ഉടനെ ഒരു തുണ്ട് കയറ് കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ഒരു മരത്തിന് മുകളിൽ ഇങ്ങനെ കെട്ടി മെല്ലെ തൂങ്ങാൻ ഒരുങ്ങുമ്പോൾ ഒരു കുതിരപ്പുറത്ത് ഒരു സർക്കസ് കൂടാരത്തിലെ മാനേജർ ഇങ്ങനെ വരികയാണ്. വന്ന് ഇറങ്ങിയിട്ട് അയാൾ പറഞ്ഞു, സ്നേഹിത, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാ, നീ എന്തിനെങ്ങനെ ആത്മഹത്യ ചെയ്യണത്? നിന്റെ നല്ല പ്രായത്തിൽ ഈ നല്ല കാലം നീ എന്തിനെ കളയണം? ഉടനെ ചോദിച്ചപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, വേറെ നിവൃത്തിയൊന്നുമില്ല, MA ഫസ്റ്റ് ക്ലാസ്സുകാരനായിപ്പോയി, അതെങ്ങനെ ആയിപ്പോയത്. ഉടനെ പറഞ്ഞു, എന്താ നിനക്ക് പണിയില്ലേ? ഇല്ല പണിയില്ല. എന്നാൽ നിനക്ക് സർക്കസിൽ പണി തരാം, നീ വന്നോന്നു. ഉടനെ പറഞ്ഞു, അതിനും നല്ലത് തൂങ്ങിച്ചാവലാണ്. MA ഫസ്റ്റ് ക്ലാസ് കൊടുത്തിട്ട് നിങ്ങളെ സർക്കസിൽ പണിക്ക് വരുന്നതിന് നല്ലത് ഈ തൂങ്ങിച്ചാവ് ഇതങ്ങ് തീർക്കലാണ്. ഉടനെ പറഞ്ഞു, എന്താ പ്രശ്നം? നാട്ടുകാർ കണ്ടാലോ അതൊരു മോശമല്ലേ? നാട്ടുകാർ കാണൂലെങ്കിലോ? അതെന്ത് പണിയാ? നീ രാവിലെ വരിക ടൈയും കോട്ടുവിട്ടിട്ട്, എന്നിട്ട് കരടിയുടെ വേഷം കെട്ടി ആൾക്കാരെ ചിരിപ്പിക്കുക, വൈകുന്നേരം ടൈയും കോട്ടിട്ട് തിരിച്ചു പോവാ, 5000 രൂപ ശമ്പളം തരാം. ഉടനെ പറഞ്ഞു, വരുന്ന വൈക്കും പോണ വൈക്കും ആൾക്കാർ കാണൂലെന്ന് ഉറപ്പാണോ? ഉറപ്പ്, എന്നാ വരാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഉപ്പ നല്ല കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്, ടൈയും വേണം കോട്ടും വേണം. അങ്ങനെ രാവിലെയും വൈകുന്നേരം അങ്ങനെ പോയി വരാൻ തുടങ്ങി. ഇവൻ പക്ഷെ പോയിട്ട് കരടിയുടെ വേഷം കെട്ടി സർക്കസിൽ ചിരിപ്പിക്കലാണ് പണി. പക്ഷെ പോകുമ്പോഴും വരുമ്പോഴും അയൽപക്കത്തുള്ള രക്ഷിതാക്കളൊക്കെ കുട്ടികളെ നോക്കിയിട്ട് പറയാൻ തുടങ്ങി, മക്കളെ പഠിച്ചാൽ ഇതുപോലെ നല്ലൊരു നിലയിലെത്തണം എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി. പക്ഷെ ഇത് സാധുക്കൊക്കെ അറിയില്ല ഇവൻ എവിടെയാണ് പോകണമെന്ന്. ഒരു ദിവസം സർക്കസ് കൂടാരത്തിൽ പോയി പരിശീലനം നടത്തുന്നതിനിടയിൽ കൂട് പൊട്ടി ചെന്ന് വീണത് ഒരു സിംഹത്തിൻ്റെ കൂട്ടിലാണ്. സിംഹത്തിൻ്റെ കൂട്ടിൽ വീണപാടെ ഇവൻ പറഞ്ഞു, മിസ്റ്റർ സിംഹം, നീ വിചാരിക്കും പോലത്തെ ഒരാളൊന്നല്ല ഞാൻ, ഗതികേട് കൊണ്ട് ഇവിടെ എത്തിപ്പോയൊരു MA ഫസ്റ്റ് ക്ലാസ്സുകാരനാണ്. അതുകൊണ്ട് നീ എന്നെ കിട്ടിയ ആവേശത്തിൽ വന്ന് എന്നെ ആക്രമിക്കരുത്, ഭക്ഷണമാക്കരുത്, ഇരയാക്കരുത്. ഞാനൊരു പാവാണ്, ഒരു MA ഫസ്റ്റ് ക്ലാസ്സുകാരനാ. ആർത്ത് വിളിച്ചു, ആരും കേൾക്കണില്ല. സിംഹമാണെങ്കിൽ ഇങ്ങനെ ഇരച്ച് അടുത്തേക്ക് വരികയാണ്. അടുത്ത് വന്നവനെ പിടിക്കാൻ നിൽക്കുകയാണ്. അപ്പം ഇവൻ പറഞ്ഞു, എന്നെ വിട്ടേക്ക് പ്ലീസ്, ഞാനൊരു MA ഫസ്റ്റ് ക്ലാസ്സുകാരനാ. കൂക്കി വിളിച്ച് കരഞ്ഞു, എന്ത് സിംഹത്തിന് എന്ത് MA ഫസ്റ്റ് ക്ലാസ്? അടുത്തടുത്ത് വന്ന് ആർത്ത് വിളിച്ച് വന്ന് സിംഹം ഇവൻ ഏതാണ്ട് ഇങ്ങനെ പിടിക്കാൻ നിൽക്കുമ്പോൾ ഇവൻ ബോധം കെട്ട് വീഴാൻ തുടങ്ങി. വീഴുമ്പോൾ സിംഹം ഇങ്ങനെ കയ്യിൽ ഇവനെങ്ങി കടത്തി. സിംഹത്തിന് ഈ കൈ കടത്തിയിട്ട് സിംഹം അതിനോട് ചെവിയിൽ പറഞ്ഞു, സുഹൃത്തെ, ഈ സങ്കടപ്പെടുമൊന്നും വേണ്ടടാ, എൻ്റെ ബാച്ചിലെ ഫസ്റ്റ് റാങ്കായാണ്. ഫസ്റ്റ് ക്ലാസ് കിട്ടിയോണ്ട് നീ കരടിയായി, ഫസ്റ്റ് റാങ്ക് കിട്ടിയോണ്ട് എനിക്ക് സിംഹവും കിട്ടി, നമ്മൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോവാ എന്ന് പറഞ്ഞു. എഡ്യൂക്കേഷൻ സംവാട്ട് ഈക്വൽ ടു അൺഎംപ്ലോയ്മെന്റ്. അതാ ഇന്നത്തെ കാലം. വിദ്യയുള്ള പണിയില്ലാത്ത ആൾക്കാർ, യോഗ്യതയുള്ള പണിയില്ലാത്ത എത്രയോ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, MBA കഴിഞ്ഞോലാണ്, എന്തെങ്കിലും ഒരു സെയിൽസിൻ്റെ പണിയെങ്കിലും കിട്ടിയാൽ മതി, ഞാൻ പോവാം. എന്തെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കയറി കിട്ടിയാൽ മതി. കാരണം എന്താ, ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, അല്ല മോനെ MBA എടുത്തിട്ട് എന്താ ഒന്നും കിട്ടാത്തത്? യോഗ്യതയില്ലഞ്ഞിട്ടല്ല, ഈ സമുദായത്തിൽ നിന്ന് ഒരു പൊസിഷന് പറ്റിയ പാകതയുള്ള ജനറേഷൻ ഉണ്ടാവുന്നില്ല. ആ ജനറേഷൻ ഉണ്ടാവാത്തതിന്റെ കുറ്റമാരാ? സ്ഥാപനമല്ല. യോഗ്യതയുള്ള നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നുണ്ടാവേണ്ടതാ, മാതാപിതാക്കളിൽ നിന്നുണ്ടാവേണ്ടതാ, മഹല്ലുകളിൽ നിന്നുണ്ടാവേണ്ടതാ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പോലെ പ്രധാനമാണ് പഠിപ്പിച്ച് ഇവരെ ഒരു കരക്കെത്തിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മളെ പോലെയുള്ള നമുക്കത് ചെയ്യാൻ പറ്റൂ, വേറെ ആർക്കും അത് ചെയ്യാൻ കഴിയില്ല. നമ്മളെ പോലെയുള്ള ആളുകൾ അത് ഏറ്റെടുക്കണം. ആ ഏറ്റെടുക്കാനുള്ള ഒരു ദൗത്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായി നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത്. ഈ രണ്ട് ഘടകങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായി നിലനിൽക്കുന്ന ഒരു ചുറ്റുപാട് വന്നാൽ പിന്നെ ഏറ്റവും മൂല്യവത്തായി നമ്മളെ സമൂഹത്തിനിടയിൽ നമ്മൾ വെക്കേണ്ടുന്ന ഒരു ഘടകം ധാർമ്മികതയാണ്. ധാർമ്മികത, ഈ മൂല്യവത്തായ ഒരു സമൂഹത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ നടക്കണമെങ്കിൽ, അത് കാലഘട്ടത്തിൽ സാധ്യമാകുന്ന ഒരു ചുറ്റുപാട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണമെങ്കിൽ വിദ്യയുള്ള, യോഗ്യതയുള്ള, ധാർമ്മികത കൂടിയുള്ള ഒരു തലമുറ വളരണം. ധാർമ്മികത നമ്മൾക്ക് നഷ്ടപ്പെടുകയാണ്. മതപഠനമില്ല, മതമൂല്യങ്ങളില്ല, മൂല്യബോധമില്ല. ഇന്ന് നമ്മൾക്കിടയിൽ വിവരമുള്ള കുട്ടികൾക്ക് ദീനീബോധം കിട്ടുന്നില്ല, ഇസ്ലാമികമായ അറിവുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ കുടുംബത്തിൽ നിന്ന് മാതൃക കിട്ടുമോ? അതും കിട്ടണില്ല. ഇത് നഷ്ടപ്പെട്ടു പോകുന്ന തലമുറയുടെ ദുരന്തം നമ്മൾ ഒരു ഭാഗത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുക. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഈ ദുരന്തത്തിന്റെ പിടുത്തത്തിലാ സമുദായത്തിന്റെ, മുഴുവൻ സമൂഹത്തിന്റെയും ഇന്നത്തെ കടപ്പ് കിടക്കുന്നത്. എത്രയോ കോളേജുകളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അങ്ങനെയാ, എത്രയോ സ്ഥാപനങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാർത്ത അങ്ങനെയാ. ധാർമ്മികമായ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു പോവുക, എന്നിട്ട് കാലഘട്ടത്തിന്റെ ചുഴിയിൽ അകപ്പെട്ടു പോവുക, വൃത്തികേടുകൾക്ക് അടിമപ്പെട്ടു പോവുക. സോഷ്യൽ മീഡിയകളിലൂടെ, ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങളിലൂടെ, മൊബൈൽ മാമാങ്കങ്ങളിലൂടെ കയ്യിൽ നിന്ന് ഈ മൂല്യബോധം തകർന്ന് തരിപ്പണമായി താഴെ വീണു പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളെ സമുദായത്തിന്റെ മുന്നിൽ ഒരു വെല്ലുവിളിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ വെല്ലുവിളിയിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ നല്ല മുറയുള്ള ധാർമ്മികതയുള്ള ഒരു തലമുറയുണ്ടാവണം. സാധാരണഗതിയിൽ പറയാറുണ്ട് തലമുറ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ചേർന്നതാ. തലമുറ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ചേർന്നതാ. തലമുറ എന്ന് നമ്മൾ ചേർത്തി പറയുമ്പോൾ തന്നെ അതിൽ വ്യക്തമാണ്. തലയും മുറയും. തലയും ഉണ്ടാവണം, മുറയും ഉണ്ടാവണം. തലയും മുറയുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് പറയാ? തലമുറ എന്ന് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പഴയ കാലത്തെ കാരണവന്മാരെ തലമുറയുടെ പ്രത്യേകത എന്താ? അവർക്ക് കാര്യമായിട്ട് തലയില്ല എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വലിയ സ്കൂളും കോളേജും മദ്രസയും ഒന്നും ഇല്ല. പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ എന്തുണ്ടായിരുന്നു? മുറയുണ്ടായിരുന്നു. തലലേശം കുറഞ്ഞാലും മുറ കൂടുതലുള്ളവരായിരുന്നു. അവർ വളർന്നു വന്നപ്പോൾ അവരാലോചിച്ചു ഞമ്മക്കില്ലാതെ പോയത് നമ്മളെ മക്കൾക്ക് ഉണ്ടാവണം പഠിച്ചോനെ. അതുകൊണ്ട് മക്കളെ പഠിപ്പിച്ചു, ഡോക്ടർമാരാക്കി, എഞ്ചിനീയർമാരാക്കി, മാഷന്മാരാക്കി, സർക്കാർ ഉദ്യോഗസ്ഥരാക്കി. തല കൂട്ടിയപ്പോൾ ഏത് പോയി? മുറ പോയി. മൂല്യമില്ല, മുറയില്ലാത്ത തലയുള്ള തലമുറ നമ്മൾക്കിടയിൽ വന്നു. ഇനി വരാൻ പോണത് തലയും ഉണ്ടാവില്ല, മുറയും ഉണ്ടാവില്ല, പഠിപ്പുമില്ല, സംസ്കാരവും ഇല്ലാത്തൊരു തലമുറ വരും. സംസ്കാരമുള്ളൊരു ജനത, അതിലൂടെയല്ലാത്ത വേറെ രക്ഷയില്ല. നിങ്ങൾ നോക്കി, ഇസ്ലാമിൻ്റെ എല്ലാ ആരാധനാക്രമങ്ങൾ, ഇസ്ലാമിൻ്റെ എല്ലാ കൽപ്പനകളും മഹാനായ പ്രവാചകർ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. എന്നെ ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ടത് എന്തിനെന്നറിയുമോ? പ്രവാചകരോട് ചോദിക്കുന്നു, അല്ല നബിയെ, അങ്ങ് ഈ ലോകത്തേക്ക് കടന്നു വന്നതിൻ്റെ കാരണമെന്ന് പറയുമോ? ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഈ ലോകത്തേക്ക് എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത് ഒരൊറ്റ കാരണത്തിന് വേണ്ടിയാ. ഇന്നമാ ബുഇസ്തു, എന്നെ നിയോഗിച്ചതിൻ്റെ കാരണം ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സമൂഹത്തിൻ്റെ സ്വഭാവം മെച്ചപ്പെടുത്താനാ, ആളുകൾക്കിടയിൽ സംസ്കാരം പഠിപ്പിക്കാനാ, പെരുമാറ്റത്തെ ഏറ്റവും